Hi all, welcome to Sahagari Race Plus. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ജൂനിയർ അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതേ സിലബസ് ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. 10 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു മൊഡ്യൂൾ ആണ് ഏത്? കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം സിലബസ് ഫോളോ ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു 16 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡയറക്റ്റ് ലേബർ? എന്താണ് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് ലേബറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് നമുക്കറിയാമെങ്കിൽ ഈ ഒരു മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാം. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്, എന്നിട്ടൊരു 4 ഓപ്ഷനും ഉണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, ഇൻഡയറക്റ്റ് ലേബർ കനോട്ട് ബി ഈസിലി ഐഡന്റിഫൈഡ് വിത്ത് എ സ്പെസിഫിക് ജോബ്, കോൺട്രാക്ട് ഓർ വർക്ക് ഓർഡർ. എന്താണ്? ഒരു സ്പെസിഫിക് ജോബിലോ കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ വർക്ക് ഓർഡറിലോ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലേബറിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞത്. ശരിയാണോ? നമുക്കറിയാം ലേബർ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റ് ലേബർ എന്നും. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു സ്പെസിഫിക് ജോബിലേക്കോ അല്ലെങ്കിൽ എന്താണ് വർക്ക് ഓർഡറിലേക്കോ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ലേബർ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലേബർ കോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് ലേബർ മേ ഓർ മേ നോട്ട് വേരി ഡയറക്ട്ലി വിത്ത് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. എന്താണ്? നമ്മുടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് വേരി ചെയ്യാനും ചെയ്യാതിരിക്കാനും മേ ഓർ മേ നോട്ട് വേരി എന്നാണ് പറഞ്ഞത് അല്ലേ? എന്താണ്? നമ്മുടെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോളിയം അത് ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യാൻ ചാൻസ് ഉള്ള ലേബർ ആണ് ഏത്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞത്. അതും ശരിയാണ്. എന്താ? നമുക്കറിയാം മേ ഓർ മേ നോട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താ? നമ്മുടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ആകുക, അതായത് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് എന്താ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും അതുപോലെ എന്താ വേരി ചെയ്യാനുള്ള ചാൻസ് അവിടെ വരുന്നുണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. 3 പറയുന്നു, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്. ശരിയാണോ? എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് അറിയണം ഇല്ലേ? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്റ്റ് കാര്യങ്ങൾ, അതായത് ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവ 3 കൂടെ ചേരുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ പ്രൈം കോസ്റ്റ് എന്താണെന്നാണ് പറഞ്ഞത്? പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇത് 3 കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞത്. അവിടെ എന്ത് വരുന്നില്ല? ഇൻഡയറക്റ്റ് ഐറ്റംസ് വരുന്നില്ല. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞത്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്രൈം കോസ്റ്റിന്റെ പാർട്ട് ആണ് എന്ന് പറഞ്ഞു. ശരിയാണോ? തെറ്റാണ്. കാരണം ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ല, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ് എന്തിന്റെ പാർട്ട് ആകുന്നത്? പ്രൈം കോസ്റ്റിന്റെ പാർട്ട് ആകുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ എന്താണെന്ന് പഠിച്ചു, പ്രൈം കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു അല്ലെ? പ്രൈം കോസ്റ്റിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. ഇൻഡയറക്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേര് ഓവർ ഹെഡ് എന്നാണ് കേട്ടോ. ഓവർ ഹെഡ് എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ചേരുമ്പോൾ നമുക്ക് ഓവർ ഹെഡ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓവർ ഹെഡ് എന്നാണ് വരേണ്ടത്. അപ്പോൾ മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ ലേബർ ഉണ്ട്, എക്സ്പെൻസുകളുണ്ട്. ഇപ്പൊ 3നെയും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ജോബിലൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും. നേരെ എന്താ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്നും. അതുപോലെ തന്നെ ലേബറിനെ നമുക്ക് പഠിക്കാം. എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു, ഈസിലി ഐഡന്റിഫൈ ആണ് എങ്കിൽ ഡയറക്റ്റ് ലേബർ എന്നും, അല്ല എങ്കിൽ ഇൻഡയറക്റ്റ് എന്നും. അതുപോലെ തന്നെയാണ് എക്സ്പെൻസും. ദെൻ ഡയറക്റ്റുകൾ 3 കൂടി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവ 3 കൂടെ യോജിക്കുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡയറക്റ്റ് 3 കൂടെ കോമ്പിനേഷന് നമുക്ക് എന്തെന്ന് പറയാം? ഓവർ ഹെഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്? ഇൻഡയറക്റ്റ് ലേബറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് എന്നാണ് ചോദിച്ചത്. ഏത് മാത്രമാണ് തെറ്റായിട്ട് വന്നത്? മൂന്നാമത്തെ മാത്രമാണ്. അപ്പൊ 1ഉം 2ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ only 1 and 2 are correct. Option B only 2 and 3 are correct. Option C only 1 and 3 are correct. Last option all 1, 2 and 3 are correct. അപ്പോൾ ഇവിടെ ഏതാണ്?
1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ബ്രേക്ക് ഈവൻ എന്നറിയണം അല്ലേ? ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞത്. ഈ പോയിന്റിൽ നമ്മുടെ ബിസിനസ്സിന് ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു സെല്ലിംഗ് പ്രൈസസ് ആൻഡ് പ്രൈസിംഗ് പോളിസീസ് വിൽ റിമൈൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ സെയിൽസ് ലെവൽ. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ അസംഷൻ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുറെ അസംഷൻസ് ബ്രേക്ക് ഈവൻ അനാലിസിസിന് പഠിക്കുന്നുണ്ട്. അതിൽ പഠിക്കുന്ന ഒരു ഐറ്റം ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ പ്രൈസിംഗ് പോളിസീസ് എന്താണ് ഓൾ സെയിൽസ് ലെവലിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റിമൈൻ കോൺസ്റ്റന്റ്. എന്തൊക്കെയാണ്? സെല്ലിംഗ് പ്രൈസ്, പ്രൈസിംഗ് പോളിസി അറ്റ് ഓൾ സെയിൽസ് ലെവൽ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളത് ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ ഒരു അസംഷൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, ദ ടോട്ടൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ സെയിൽസ് ലെവൽ, ദ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് റിമൈൻ ദ സെയിം. എന്താ പറഞ്ഞത്? അടുത്തൊരു അസംഷൻ ആണ് പറയുന്നത് ടോട്ടൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ്. ശരിയാണ്. നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എടുക്കുമ്പോൾ അത് വേരി ചെയ്യും. പക്ഷേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റിന്റെ കാര്യവും പറയുന്നുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആകുമ്പോൾ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ല. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? വേരി ചെയ്യും. പക്ഷേ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റും അവിടെ ശരിയാണ്. അപ്പൊ നിങ്ങൾ മറന്നു പോകാതെ അസംഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞത് സെല്ലിംഗ് പ്രൈസും പ്രൈസിംഗ് പോളിസീസും കോൺസ്റ്റന്റ് ആയിരിക്കണം. പിന്നീട് പറഞ്ഞത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സെയിം ആയിരിക്കണം. അപ്പൊ മാറിപ്പോവരുത്. ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും പറഞ്ഞ് പഠിക്കരുത്. ടോട്ടൽ ചേർത്തിട്ട് പഠിക്കണം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി പെർ യൂണിറ്റ് തിരിച്ചു പറയുകയാണെങ്കിലോ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആവുന്ന സമയത്ത് വേരി ചെയ്യും. അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആവുന്ന സമയത്ത് വേരി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്ത ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ ഒരു അസംഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വോളിയം ഈസ് ദി ഓൺലി ഇമ്പോർട്ടന്റ് ഫാക്ടർ അഫക്റ്റിംഗ് കോസ്റ്റ് ബിഹേവിയർ. നമ്മുടെ കോസ്റ്റ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഓൺലി ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ആണ്. എത്ര വോളിയം ആണ് നമ്മൾ സെയിൽ നടത്തുന്നത്, അല്ലെങ്കിൽ സെയിൽസ് ലെവലിന്റെ വോളിയം ആണ് പറയുന്നത്. അതും നമ്മുടെ എന്താണ്? ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ അസംഷനിൽ ശരിയായിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റുകളും ശരി തന്നെയാണ് അല്ലെ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ only 1 and 2 are correct. Option B only 2 and 3 are correct. Option C only 1, 3 and correct. And last one all 1, 2 and 3 are correct. ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 3 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ എന്ത് തന്നെയാണ്? നമ്മുടെ ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ അസംഷൻ തന്നെയാണ്. ഇനി നമുക്ക് അസംഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെ അസംഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് പറയുന്നു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. മറന്നു വരുന്നത് ടോട്ടൽ ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കണം. ഇനി പറയുന്നു വേരിയബിൾ കോസ്റ്റ് ആർ കോൺസ്റ്റന്റ് പെർ യൂണിറ്റ്. എന്താണ്? പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നത്. ടോട്ടൽ വരുമ്പോൾ മാറും. അപ്പൊ ഫിക്സഡ് കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ ആണ് കോൺസ്റ്റന്റ്, വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ പെർ യൂണിറ്റ് ആണ് കോൺസ്റ്റന്റ്. പിന്നീട് പറയുന്നു സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. നാലാമത്തെ അസംഷൻ പറയുന്നത് ടോട്ടൽ ലിനിയാരിറ്റി ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്കോസ് വി അസ്യൂം പ്രൈസസ് ആൻഡ് യൂണിറ്റ് കോസ്റ്റ് ആർ കോൺസ്റ്റന്റ്, ദ ലൈൻ ഓൺ ദി ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് ഓൾവേസ് സ്ട്രെയിറ്റ്. എന്താണ്? നമ്മുടെ ബ്രേക്ക് ഈവൻ ചാർട്ടിന്റെ ലൈൻ എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം എന്താണ്? പ്രൈസും യൂണിറ്റ് കോസ്റ്റും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ ചാർട്ടിലെ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ദെൻ അഞ്ചാമത് പറയുന്നു സെയിൽസ് ഈക്വൽ പ്രൊഡക്ഷൻ. എന്താ നമ്മൾ പറഞ്ഞു? സെയിൽസും പ്രൊഡക്ഷനും ഈക്വൽ ആകണം. അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നു കോൺസ്റ്റന്റ് സെയിൽസ് മിക്സ്. അടുത്തൊരു അസംഷൻ ആണ് കോൺസ്റ്റന്റ് സെയിൽസ് മിക്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കമ്പനി 2 അതിലധികമോ പ്രോഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യൂലേ, ആ ഒരു കേസാണ് കോൺസ്റ്റന്റ് സെയിൽസ് മിക്സിനകത്ത് പറയുന്നത്. ഇഫ് എ കമ്പനി സെൽസ് മോർ ദാൻ 1 പ്രോഡക്റ്റ്, ദ അനാലിസിസ് അസ്യൂംസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് സോൾഡ് സ്റ്റേ ദ സെയിം. എന്താണ്? നമ്മൾ ഓരോ സോൾഡിലും എടുക്കുന്ന പ്രൊപ്പോർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് സെയിൽസ് മിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ടോപ്പിക്കുകൾ, അതായത് അസംഷൻസ് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആവുന്നത് പെർ യൂണിറ്റിലാണ്. സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്, കാരണം പ്രൈസും യൂണിറ്റ് കോസ്റ്റും കോൺസ്റ്റന്റ് ആണ്. പിന്നീട് സെയിൽസ് ഈക്വൽ പ്രൊഡക്ഷൻ ആണ്. കോൺസ്റ്റന്റ് സെയിൽസ് മിക്സ് ആണ് ഇവിടെ വരുന്നത് ബ്രേക്ക് ഇവൻ അനാലിസിസിന്റെ അസംഷനിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ്. അപ്പോൾ ഓർത്തിരിക്കുക, പുതിയൊരു മെത്തേഡാണ് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ്. എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മെത്തേഡാണ് ഇത് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് എന്ന് അറിയുകയാണെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതാണ് തെറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓവർഹെഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ലാർജ് ആവുന്ന കേസിലും അതുപോലെ തന്നെ അത് നോർമൽ റീസൺ ആണ് എങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ്. അപ്പൊ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ആണ്. അവിടെ അണ്ടർ അബ്സോർപ്ഷൻ ആകാം അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ആകാം. എന്തായാലും അവിടുത്തെ എമൗണ്ട് ലാർജും അതുപോലെ തന്നെ അതിന്റെ റീസൺ നോർമൽ റീസണും ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർഹെഡ് ആർ ലാർജ്. എന്താണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു? എമൗണ്ട് ലാർജ് ആയിരിക്കുമ്പോൾ ആണ് എന്നാണ് പറഞ്ഞത്. ഏത് സമയത്താണ്? അണ്ടർ ആയാലും ഓവർ അബ്സോർബ്ഡ് ഓവർഹെഡ് ആയാലും എമൗണ്ട് ലാർജ് ആണ് എങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്? ലാർജ് എമൗണ്ടും ആയിരിക്കണം നോർമൽ റീസണും ആയിരിക്കണം എന്ന് പറഞ്ഞു. അതിലൊരെണ്ണം അവർ പറഞ്ഞു ലാർജ് എമൗണ്ട് ആണ്. അപ്പൊ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ആർ ഡ്യൂ ടു അബ്നോർമൽ റീസൺസ്. എന്താ പറഞ്ഞത്? അബ്നോർമൽ റീസൺ കൊണ്ടുണ്ടാകുന്ന അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡിലാണ് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം തന്നെ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡിൽ പറഞ്ഞതാണ് എമൗണ്ട് ലാർജും നോർമൽ റീസണും ആണെങ്കിലാണ് ഏത് വരുന്നത്? സപ്ലിമെന്ററി റേറ്റ് വരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അബ്നോർമൽ റീസൺ ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ ദ കേസ് ഓഫ് അണ്ടർ അബ്സോർപ്ഷൻ സപ്ലിമെന്ററി റേറ്റ് ആർ പോസിറ്റീവ് ആൻഡ് ഫോർ ഓവർ അബ്സോർപ്ഷൻ ഇറ്റ് ഈസ് നെഗറ്റീവ്. അതും ശരിയാണ്. നമ്മൾ 2 കേസ് പറയുന്നുണ്ട്. ഒന്നുകിൽ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ആകാം അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ആകാം. ഏതായാലും നമുക്ക് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ഓരോ കേസിലും എങ്ങനെയാണ് സപ്ലിമെന്ററി റേറ്റ് വരുന്നത് എന്നാണ് പറഞ്ഞത്. ഏതാണ്? നമ്മുടെ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ആണ് എങ്കിൽ സപ്ലിമെന്ററി റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. മറന്നു പോകരുത്. ഇൻ ദ കേസ് ഓഫ് അണ്ടർ അബ്സോർപ്ഷൻ സപ്ലിമെന്ററി റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അത് ശരിയാണ്. അങ്ങനെയാണ് എങ്കിൽ ഓവർ അബ്സോർപ്ഷനിൽ സപ്ലിമെന്ററി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അറിഞ്ഞിരിക്കുക, സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർഹെഡിന്റെ എമൗണ്ട് ലാർജും അതിന്റെ റീസൺ നോർമലും ആണെങ്കിൽ ചെയ്യുന്ന മെത്തേഡാണ് സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ അബ്സോർപ്ഷൻ ആണ് എങ്കിൽ സപ്ലിമെന്ററി റേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓവർ അബ്സോർപ്ഷൻ ആണ് എങ്കിൽ സപ്ലിമെന്ററി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. ദെൻ ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സപ്ലിമെന്ററി റേറ്റ് ആർ കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദ എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ബൈ ദി ആക്ച്വൽ ബേസ്. എന്താണ്? സപ്ലിമെന്ററി റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത് എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ്. ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പഠിച്ചിരിക്കുക. സപ്ലിമെന്ററി റേറ്റ് മെത്തേഡിൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി? നമ്മുടെ എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സപ്ലിമെന്ററി റേറ്റ് കിട്ടുന്നതാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണ്. കാരണം അവിടെ വന്നിരിക്കുന്നത് അബ്നോർമൽ റീസൺ ആണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ നമുക്ക് ഏതെടുക്കാം? ഓപ്ഷൻ ബി എടുക്കാം. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റോങ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്കൊന്ന് നോക്കാം സപ്ലിമെന്ററി റേറ്റ് മെത്തേഡിനെ പറ്റിയിട്ട്. ദ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് ഈസ് സ്പെസിഫിക്കലി യൂസ്ഡ് ടു കറക്റ്റ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ കോസ്ഡ് ബൈ നോർമൽ ഫാക്ടേഴ്സ് പ്രൊവൈഡഡ് ദി എമൗണ്ട് ഈസ് സിഗ്നിഫിക്കന്റ്. എന്താ പറഞ്ഞത്? സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്
അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് റിലേറ്റഡ് ആയിരിക്കണം, നോർമൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നോർമൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് വരുന്ന അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ റേറ്റ് കറക്റ്റ് ചെയ്യാനാണ്. ഈ നോർമൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ മിസ് കാൽക്കുലേഷൻ ഓഫ് അബ്സോർപ്ഷൻ റേറ്റ് ആകാം, അല്ലെങ്കിൽ മൈനർ ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആകാം. ഇതൊക്കെയാണ് അവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഈസ് ഡ്യൂ ടു അബ്നോർമൽ റീസൺ, എന്താണ്, ഇനി ഏതെങ്കിലും അബ്നോർമൽ റീസൺ കാരണമാണ് ഈ ഒരു അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ നടന്നത് എങ്കിൽ അവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ദ എമൗണ്ട് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് യൂസിങ് സപ്ലിമെന്ററി റേറ്റ്. നമ്മൾക്ക് എന്ത് പറ്റില്ല, സപ്ലിമെന്ററി റേറ്റിൽ ആ ഒരു എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് വേണം, നോർമൽ റീസൺ ആണ് വേണ്ടത്. അബ്നോർമൽ റീസൺസ് ആയിട്ടുള്ള സ്ട്രൈക്കോ ഫയറോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രീം മെഷീൻ ബ്രേക്ക് ഡൗണോ ഒക്കെ വരികയാണെങ്കിൽ അവിടെ ഏത് റേറ്റ് നമുക്ക് പറ്റില്ല, സപ്ലിമെന്ററി റേറ്റ് പറ്റുന്നതല്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഡയറക്ട്ലി ടു ദി കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് അബ്നോർമൽ റീസൺ കാരണമാണ് ഉണ്ടാകുന്നത് എങ്കിൽ സപ്ലിമെന്ററി റേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെ റിട്ടേൺ ഓഫ് ചെയ്യാം, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിട്ടേൺ ഓഫ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ദീസ് കോസ്റ്റ് ഷുഡിൻ ബി ലോഡഡ് ഇൻ ടു ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ്, ഇത് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ പോകും, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡുമായിട്ട് ബന്ധപ്പെട്ട് നോർമൽ റീസൺ കാരണം ഉണ്ടാകുന്ന ലാർജ് എമൗണ്ട് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് എമൗണ്ടിലാണ് നമ്മൾ ഈ ഒരു റേറ്റ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ആ ഓപ്ഷൻസിനകത്ത് കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, ബി ആണ് തെറ്റായിട്ട് വന്നത്, എയും സിയും ഡിയും കറക്റ്റ് ആണ്. അതൊന്നുകൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. ദിസ് മെത്തേഡ് ഇസ് പ്രിഫേർഡ് വെൻ ദ എമൗണ്ട് ഈസ് ലാർജ്. ഇഫ് ദ എമൗണ്ട് വെയർ നെഗ്ലിജിബിൾ ഇറ്റ് വുഡ് ബി സിംപ്ലി ക്യാരി ഫോർവേഡ് ഓർ റിട്ടേൺ ഓഫ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് വലിയ എമൗണ്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് എങ്കിലാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് എങ്കിൽ അത് നമുക്ക് ഡയറക്ട്ലി പി ആൻഡ് എൽ അക്കൗണ്ടിൽ കൊണ്ടുപോയി റൈറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി സി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞത്, അണ്ടർ അബ്സോർപ്ഷനിൽ എന്താ പറഞ്ഞത്, വി ഹാവ് ടു റിക്കവർഡ് ഇനഫ് കോസ്റ്റ് സോ ദ സപ്ലിമെന്ററി റേറ്റ് ഈസ് പോസിറ്റീവ്. അണ്ടർ അബ്സോർപ്ഷൻ ആണ് വരുന്നത് എങ്കിൽ ഇനഫ് കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, പോസിറ്റീവ് റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഇനി നേരെ തിരിച്ച് ഓവർ അബ്സോർപ്ഷന്റെ കേസിൽ അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫോർമുല നമ്മൾ പറഞ്ഞു, സപ്ലിമെന്ററി റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ബേസ്. അത് യൂണിറ്റിലോ അവറിലോ ഒക്കെ ആയിരിക്കും വരുന്നത്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്ലിമെന്ററി റേറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ റീസൺസ് കാരണം അബ്നോർമൽ റീസൺ ആണെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ്, നോർമൽ റീസണിൽ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ആണെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ്, സ്മോൾ എമൗണ്ട് ആണെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്, കോസസ് ഓഫ് ഡിഫറൻസും ട്രീറ്റ്മെന്റും ആണ് വരുന്നത്. അബ്നോർമൽ റീസൺ ആണെങ്കിൽ എവിടെ കൊണ്ടുപോകുക, കോസ്റ്റിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നോർമൽ റീസൺ സിഗ്നിഫിക്കന്റ് എമൗണ്ട് അതായത് ലാർജ് എമൗണ്ട് ആണ് എങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നോർമൽ റീസണിൽ തന്നെ സ്മോൾ എമൗണ്ട് ആണെങ്കിൽ എവിടെ കൊണ്ടുപോകാം, റൈറ്റ് ഓഫ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ യൂസ് എ ക്യാരി ഫോർവേഡ്, റിസർവ് ആയിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതോടെ ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് പി വി റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് 2 വർഷത്തെ സെയിൽസും അതിന്റെ ടോട്ടൽ കോസ്റ്റും, ആ 2 വർഷത്തെ ടോട്ടൽ കോസ്റ്റും ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ സെയിൽസും ചേഞ്ച് ഇൻ പ്രോഫിറ്റും വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പി വി റേഷ്യോക്ക് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. എങ്ങനെയാണ്, പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റിനകത്തുണ്ടായ ചേഞ്ച് ഇൻ പ്രോഫിറ്റ്. 2 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് തരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ആണ് നമുക്ക് വരുന്നത്, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസിന്റെ ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഫസ്റ്റ് വർഷത്തിൽ 2,15,000, സെക്കൻഡ് വർഷം ആയപ്പോൾ 2,45,000 ആയി. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യത്യാസം ചേഞ്ച് ഇൻ സെയിൽസ് നമുക്ക് എത്രയാണെന്ന് കിട്ടും, 30,000 ആണ് എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ, ഇല്ല. പക്ഷെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് കോസ്റ്റും സെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസമാണ്
ആണ് ഏത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെയിൽസ് മൈനസ് കോസ്റ്റ് ചെയ്താൽ മതി. ഓരോ വർഷത്തെയും സെയിൽസും കോസ്റ്റും തമ്മിൽ മൈനസ് ചെയ്താൽ ആ വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ആ വർഷത്തെ പ്രോഫിറ്റിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 വർഷത്തെ പ്രോഫിറ്റിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റും കിട്ടും. അപ്പൊ ചേഞ്ച് ഇൻ സെയിൽസും ചേഞ്ച് ഇൻ പ്രോഫിറ്റും കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് PV റേഷ്യോയിലേക്ക് എത്താം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് 40% ആണ്. അത് എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ചേഞ്ചിങ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഇയറിലെ സെയിൽസ് എത്രയാണ്? 2,15,000 ആണ്. ആ വർഷത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,80,000 ആണ്. അപ്പൊ ആദ്യത്തെ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി 35,000. ദെൻ രണ്ടാമത്തെ വർഷത്തെ എടുക്കുകയാണെങ്കിൽ ആ സെയിൽസ് എന്ന് പറയുന്നത് 2,40,000, കോസ്റ്റ് എന്ന് പറയുന്നത് 1,98,000 ആണ്. മൈനസ് ചെയ്താൽ ആ വർഷത്തെ പ്രോഫിറ്റ് 47,000 എന്ന് കിട്ടി. നമുക്ക് പ്രോഫിറ്റ് മാത്രമല്ല വേണ്ടത്, ചേഞ്ചിങ് ആണ് അല്ലെ. അതായത് ചേഞ്ചിങ് പ്രോഫിറ്റും വേണം, ചേഞ്ചിങ് സെയിൽസും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ദെൻ പ്രോഫിറ്റിനകത്തുള്ള ചേഞ്ച് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 35,000 എന്നുള്ളത് കൂടി 47,000 ആയി എങ്കിൽ എത്ര രൂപയുടെ ചേഞ്ച് ആണ് വന്നത്? 12,000 രൂപയുടെ ചേഞ്ച് ആണ് വന്നത്. അതുപോലെ തന്നെ സെയിൽസിനകത്ത് വന്ന ചേഞ്ച് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. 2,45,000 നിന്ന് 2,10,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 30,000 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. ഇതിന് നമുക്ക് ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്യാം. PV റേഷ്യോ ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ചിങ് സെയിൽസ് ഇൻറ്റു 100 ആണ്. പെർസെൻറ്റേജിലാണ് PV റേഷ്യോ പറയുന്നത്. സോ ഇൻറ്റു 100 കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ എത്രയാണ്? 12,000 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100 ആണ് നമുക്ക് എത്ര കിട്ടുന്നത്? 40% കിട്ടിയത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് 40% കിട്ടിയത് എന്ന് മനസ്സിലായി. ചിലപ്പോൾ അവർ ഡയറക്റ്റ് പ്രോഫിറ്റും സെയിൽസും തന്നെ ആയിരിക്കും തരുന്നത്. ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കാൽക്കുലേഷൻ കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഇല്ലാതെ കോസ്റ്റ് തന്നത്. ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിലെ എക്സാമിന് എന്തായിരിക്കും? ഡയറക്റ്റ് നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കും തരുന്നത്. ഡിപ്പെൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഓൺ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഐഡന്റിഫൈ റോങ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ് നമുക്കറിയാം. ആദ്യം തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കുകയും അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് നടത്തി ആക്ച്വലിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വേരിയൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും ഉണ്ട് എങ്കിൽ അതിനൊരു കറക്റ്റീവ് മെഷർ എടുക്കുകയും ചെയ്യുന്നതാണ് എവിടെ? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ വരുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക. അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കും. ദെൻ അതിനുശേഷം കമ്പാരിസൺ നടത്തും. ദെൻ എന്തെങ്കിലും ഡീവിയേഷന് നമ്മൾ വേരിയൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എങ്കിൽ അതിന് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കും. ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് ഈസ് എ കോസ്റ്റ് കൺട്രോൾ സിസ്റ്റം ഓർ ടെക്നിക്ക്. എന്താണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ടെക്നിക്ക് ആണ് ഏത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിംഗ് ടെക്നിക്ക് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ സ്റ്റാൻഡേർഡ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സയന്റിഫിക് കാൽക്കുലേഷൻ. എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് ആക്ച്വൽ നടക്കുകയും ആക്ച്വലിനെ കമ്പയർ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗസ് വർക്ക് അല്ല. അവിടെ എന്താണ്? സയന്റിഫിക് കാൽക്കുലേഷനിലൂടെ തന്നെയാണ് എന്ത് സെറ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും അവിടെ ശരിയാണ്. 3 പറയുന്നു ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ആഫ്റ്റർ ഐഡന്റിഫൈയിങ് കോസ്റ്റ് സെന്റർ വിത്ത് ഡിഫൈൻഡ് ഏരിയാസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? നമ്മൾ നമ്മുടെ കോസ്റ്റ് സെന്റർ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റിയും കോസ്റ്റ് സെന്ററും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്, എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ആഫ്റ്റർ ദി ഐഡന്റിഫൈങ് കോസ്റ്റ് സെന്റർ വിത്ത് ഡിഫൈൻഡ് ഏരിയാസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ദെൻ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ബൈ എ ഫേം വിത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ. എന്താ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ ഉള്ള ഫേമിന് മാത്രമേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുണ്ടോ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം?
സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. പക്ഷേ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ ഉള്ളത് നല്ലതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒള്ളി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, ഇല്ല എങ്കിലും സെറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ സയന്റിഫിക് കാൽക്കുലേഷൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അത് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ആ ഒരു ഓപ്ഷൻ ഡി ആണ് തെറ്റിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ക്യാൻ ബി യൂസ്ഡ് only by a firm with historical cost data എന്ന് പറഞ്ഞത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സിറ്റുവേഷൻ. ഐഡന്റിഫൈ ഇൻ വിച്ച് സിറ്റുവേഷൻ ടൈം റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ബെസ്റ്റ്. എന്താണ്? താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ടൈം റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ് ശരിയാകാത്ത അല്ലെങ്കിൽ കൺസിഡർ ആകാത്ത, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഏത് സിറ്റുവേഷനിലാണ് എന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ടൈം റേറ്റ് സിസ്റ്റം എന്താണ് എന്ന് അറിയണം. അതായത് ഒരു ലേബറിന് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് അദ്ദേഹം സ്പെൻഡ് ചെയ്ത സമയത്തിനാണ് എങ്കിൽ, സമയത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ് എങ്കിൽ അത്തരത്തിലുള്ള വേജ് പേയ്മെന്റിനെയാണ് നമ്മൾ ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു ഐറ്റം ആണ് പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് എന്തായിരുന്നു പറഞ്ഞത്? ആ വ്യക്തി എത്രമാത്രം ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വേജസ് കൊടുക്കുന്നത് എങ്കിൽ അത് പീസ് റേറ്റ് സിസ്റ്റം ആണ്. ഇത്രയും കാര്യം നിങ്ങൾ ലോജിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ ഇനി നമുക്ക് സിറ്റുവേഷൻസ് നോക്കാം. എവിടെയാണ് ടൈം റേറ്റ് പറ്റാത്തത്, നോട്ട് കൺസിഡേർഡ് ആസ് ബെസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് വൺ, ദ ജോബ് റിക്വയർസ് കളക്റ്റീവ് എഫേർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. എന്താണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് ആവശ്യമായിട്ടുള്ള ജോബ് ആണ് എങ്കിൽ ഏത് സിസ്റ്റമാണ് നല്ലത്? ടൈം റേറ്റ് സിസ്റ്റം ആണോ പീസ് റേറ്റ് സിസ്റ്റം ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെ ഒരു കൂട്ടം ആൾക്കാർ കളക്റ്റീവായിട്ട് വർക്ക് ചെയ്താലാണ് ആ ഒരു വർക്ക് പ്രോപ്പറായിട്ട് നടക്കുന്നത് എങ്കിൽ അവിടെ ഓരോരുത്തരും ചെയ്ത വർക്ക് ഇത്രയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഓരോരുത്തരും സ്പെൻഡ് ചെയ്ത ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ടൈം റേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓർക്കുക, കളക്റ്റീവ് എഫേർട്ട് ഉണ്ട് എങ്കിൽ അവിടെ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ടൈം റേറ്റ് ആണ്. കാരണം ഓരോരുത്തരുടെയും വർക്ക് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടാണ്. സോ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ടൈം റേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഏതാണ്? ടൈം റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് നോക്കാം. ദ ജോബ് റിക്വയർ ഹൈ ക്വാളിറ്റി ആൻഡ് സ്കിൽഡ് വർക്ക്മാൻഷിപ്പ്. എന്താണ്? ഈ ഒരു ജോബിന് നല്ല ഹൈ ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക്മാൻഷിപ്പും ആവശ്യമാണ്. അതായത് സ്കില്ലായിട്ടുള്ള ലേബേഴ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി കൂടുതലാണ്. അപ്പൊ ക്വാളിറ്റി കൂടുതൽ വേണം എങ്കിൽ അവിടെ ഏത് റേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏത് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യാൻ നല്ലത്? ക്വാളിറ്റി എപ്പോഴും കൂടി നിൽക്കുന്നത് ഏത് സിസ്റ്റത്തിലാണ്? നമുക്കറിയാം, അതും ടൈം റേറ്റിലാണ് അല്ലേ. അല്ലാതെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ എന്താണ്? പീസ് റേറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ടൈം റേറ്റ് ആണ് എങ്കിലാണ് അവർ ടൈം എടുത്ത്, അതായത് അവർക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ടൈം എടുത്ത് വളരെ ക്ലീൻ ആയിട്ട് ക്വാളിറ്റിയോടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടൈം റേറ്റ് സിസ്റ്റത്തിലാണ്. പീസ് റേറ്റ് വരുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് ഔട്ട്പുട്ട് ആണ് നോക്കുന്നത്. അപ്പോൾ അവർ എന്താണ്? പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ കുറച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒന്നും നോക്കാതിരിക്കും അല്ലേ. അപ്പൊ ഹൈ ക്വാളിറ്റി ആണ് വേണ്ടതെങ്കിൽ അവിടെയും നമുക്ക് വേണ്ടത് ടൈം റേറ്റ് ആണ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. കളക്റ്റീവ് എഫേർട്ട് ആണ് എങ്കിൽ ടൈം റേറ്റ് ആണ്. ഹൈ ക്വാളിറ്റിയും സ്കിൽഡ് വർക്ക്മാൻഷിപ്പും ആവശ്യമെങ്കിൽ ടൈം റേറ്റ് ആണ്. ഇനി അടുത്ത പറയുന്നു, ദ ജോബ് റിക്വയർ സ്കിൽ ദാറ്റ് ആർ റിപ്പീറ്റഡ്ലി അപ്ലൈഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ടൂൾസ്. എന്താണ് ഇവിടുത്തെ ജോബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? റിപ്പീറ്റഡ് വർക്കാണ്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? അവിടെ എന്ത് ഉപയോഗിക്കാം? ടൂൾസ് ഉപയോഗിക്കാം. ടൂളിന്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ടേം ഓർത്തിരിക്കുക. റിപ്പീറ്റഡ്ലി അപ്ലൈഡ് ആണ്. അതുപോലെ തന്നെ അവരുടെ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പണി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ പീസ് റേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്? അവിടെ ടൈം റേറ്റിന്റെ ആവശ്യം വരുന്നുണ്ടോ? അവര് റിപ്പീറ്റ് ആയിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര സമയം എടുത്താലും അവരുടെ സ്കില്ല് സെയിം തന്നെ. അവിടെ ഒരു ക്വാളിറ്റി അഷുറൻസ് ആവശ്യമില്ല. കാരണം റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യലൈസേഷൻ പോലെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ എന്തുകൊണ്ട്? ടൂൾസിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ടൈം റേറ്റിനേക്കാൾ നല്ലത് പീസ് റേറ്റ് ആണ്. നാലാമത്തെ പറയുന്നു, ദ ജോബ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് റിക്വയർ ക്ലോസ് സൂപ്പർവിഷൻ. എന്താണ്? ക്ലോസ് സൂപ്പർവിഷൻ എവിടെയാണ് ആവശ്യമായിട്ട് വരുന്നത്? ടൈം റേറ്റിലാണ് അല്ലേ. കാരണം അവർ എത്ര സമയമാണ് ചെലവാക്കിയത് അതിനനുസരിച്ചിട്ട് പേയ്മെന്റ് നൽകുമ്പോൾ അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന സമയം വെറുതെ കളയുവാണോ എന്നൊരു സൂപ്പർവിഷൻ എന്ത് വേണം? ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ക്ലോസ് സൂപ്പർവിഷൻ വരുന്നത് ടൈം റേറ്റിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി 4 സിറ്റുവേഷനിൽ ഏതൊക്കെയാണ് ടൈം റേറ്റ് വരുന്നത്, ഏതാണ് പീസ് റേറ്റ് വരുന്നത് എന്ന്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ടൈം റേറ്റ് സിസ്റ്റം നോട്ട് കൺസിഡേർഡ് ആസ് ബെസ്റ്റ് ആണ്. ടൈം റേറ്റ് അല്ല
അല്ലെങ്കിൽ ടൈം റേറ്റ് ബെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് ഏത് സിറ്റുവേഷനിലാണ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടി അത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദ ജോബ് റിക്വയർ സ്കില്ല് ദാറ്റ് ആർ റിപ്പീറ്റഡ്ലി അപ്ലൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടൂൾ. അത് അവിടെ ഏതാണ്? പീസ് റേറ്റ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കിനി അതിന്റെ റീസണിങ് നോക്കാം. വെൻ എ ജോബ് ഈസ് റിപ്പറ്റേറ്റീവ് ആൻഡ് ഔട്ട്പുട്ട് ഡ്രിവൺ സ്പെഷ്യലി വിത്ത് ദി എയ്ഡ് ഓഫ് ടൂൾ ആൻഡ് മെഷീനറി എ പീസ് റേറ്റ് സിസ്റ്റം ഈസ് യൂഷ്വലി ബെറ്റർ. എന്താണ്? നമ്മുടെ ജോബ് എന്ന് പറയുന്നത് റെപ്പറ്റേറ്റീവ് ആണ് എങ്കിലും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡ്രിവൺ ജോബ് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ, അതായത് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റം എന്ന് പറയുന്നത് പീസ് റേറ്റ് സിസ്റ്റം ആണ്. ദിസ് ഇൻസെന്റീവ്സ് വർക്കേഴ്സ് ടു ഇൻക്രീസ് ദെയർ സ്പീഡ് ആൻഡ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ. എന്താണ്? ഈ ഒരു ഇൻസെന്റീവ് കാരണം വർക്കേഴ്സിന്റെ സ്പീഡും വോളിയം ഓഫ് പ്രൊഡക്ഷനും ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ വോളിയം കൂടുകയാണെങ്കിൽ അവർക്ക് പീസ് റേറ്റ് സിസ്റ്റം ആണ് നല്ലത് അല്ലേ? ഇനി നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ ടൈം റേറ്റ് അപ്ലൈ ചെയ്യാൻ പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് എഫേർട്ട് ആണ് വരുന്നത് എങ്കിൽ നമ്മുടെ ഓപ്ഷൻ എയിൽ പറഞ്ഞു ഗ്രൂപ്പ് എഫേർട്ട് ആണ് വരുന്നത് അല്ലേ, കളക്റ്റീവ് ഗ്രൂപ്പ് ടാസ്ക് ആണ് വരുന്നത് എങ്കിൽ അവിടെ എന്താണ്? നമുക്ക് ടൈം റേറ്റ് ആണ് യൂസ് ചെയ്യാൻ നല്ലത്. അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞത് ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലാണ്. ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ സ്കിൽ ഉപയോഗിക്കേണ്ട ഒരു ജോബാണ് എങ്കിൽ അവിടെയും നമുക്ക് എന്താണ്? ടൈം റേറ്റ് സിസ്റ്റം ആണ് എൻകറേജ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞ ക്ലോസ് സൂപ്പർവിഷൻ ഉള്ളിടത്ത് എന്താണ്? ടൈം റേറ്റ് സിസ്റ്റം ആണ് എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ടൈം റേറ്റിനകത്ത് വരുന്നത് ഗ്രൂപ്പ് എഫേർട്ട്, ഹൈ ക്വാളിറ്റി ഓഫ് സ്കില്ല്, ക്ലോസ് സൂപ്പർവിഷൻ ഇതൊക്കെ ടൈം റേറ്റിലാണ് വരുന്നത്. പീസ് റേറ്റിൽ റിപ്പറ്റേറ്റീവ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡ്രിവൺ വർക്കും അതുപോലെ തന്നെ യൂസ് ഓഫ് എയ്ഡും ഒക്കെ ഉണ്ട് എങ്കിൽ അത് നമുക്ക് പീസ് റേറ്റ് സിസ്റ്റം ആണ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, ഐഡന്റിഫൈ ദ റോങ് വൺ. എന്താണ്? കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും രണ്ട് കോൺസെപ്റ്റുകളാണ്. എന്താണെന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഫിക്സ് ചെയ്ത് വെക്കാണ്? ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാണ്. ദെൻ ആക്ച്വലിനെ നോക്കുന്നു, അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നോ നോക്കുന്നു. അങ്ങനെ എന്താണ്? കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഏത്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞത്. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ പെർമനന്റ് ആയിട്ട് നമ്മുടെ കോസ്റ്റിനകത്ത് റിഡക്ഷൻ കൊണ്ടുവരുന്ന, അതായത് വേസ്റ്റേജും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പെർമനന്റ് റിഡക്ഷൻ നമ്മുടെ കോസ്റ്റിന്മേൽ കൊണ്ടുവരുന്നതിനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. സ്റ്റേറ്റ്മെന്റ് എയിൽ പറയുന്നു കോസ്റ്റ് കൺട്രോൾ റിഫേഴ്സ് ടു എ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് കൺട്രോളിംഗ് കോസ്റ്റ് ടു എ പ്രീവിയസ്ലി ഫിക്സഡ് എമൗണ്ട്. എന്താണ്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ ആണ് ഏത്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ശരിയാണ്. Then second one, cost reduction aim in reducing wastage and expenses and also increased production. എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ എയിം ചെയ്യുന്നത് എങ്ങനെയാണ്? വേസ്റ്റേജും എക്സ്പെൻസും ഒക്കെ കുറച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടും നമ്മുടെ എന്തിലാണ്? കോസ്റ്റിൽ ഒരു പെർമനന്റ് റിഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതും എന്താണ്? ശരിയാണ്. 3 പറയുന്നു കോസ്റ്റ് കൺട്രോൾ ഈസ് എ പ്രിവെന്റീവ് ഫംഗ്ഷൻ വൈൽ കോസ്റ്റ് റിഡക്ഷൻ ഈസ് എ കറക്റ്റീവ് ഫംഗ്ഷൻ. ശരിയാണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കറക്റ്റീവ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താ? പെർമനന്റ് ആയിട്ട് വേസ്റ്റേജുകളും അതുപോലുള്ള എക്സ്പെൻസുകളും ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ കറക്റ്റ് ചെയ്യാണ്. നമ്മുടെ ഫംഗ്ഷനെ കറക്റ്റ് ചെയ്ത് എന്തിലേക്ക് കൊണ്ടുവരാണ്? റെഡ്യൂസ്ഡ് കോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? കോസ്റ്റ് കൺട്രോൾ ഈസ് മെയിൻലി അപ്ലൈഡ് ഓൺ ലേബർ കോസ്റ്റ് വെയർ കോസ്റ്റ് റിഡക്ഷൻ ഈസ് അപ്ലൈഡ് മെയിൻലി ഓൺ മെറ്റീരിയൽ ആൻഡ് ഓവർഹെഡ് കോസ്റ്റ്. എന്താണ്? കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ലേബർ കോസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ അല്ലെങ്കിൽ ഓവർ ഹെഡ് കോസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കില്ല. എല്ലാ എലമെന്റ് ഓഫ് കോസ്റ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ലേബറിൽ മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലേബറിലാണ്, അങ്ങനെയൊന്നും ഇല്ല. ഓൾ എലമെന്റ് ഓഫ് കോസ്റ്റിലും രണ്ടും നടക്കുന്നുണ്ട്. സോ നമുക്ക് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? റോങ് ഏതാണ് എന്നാണ് ചോദിച്ചത്. റോങ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ്.
ഓക്കെ അല്ലേ? ഇനി നമുക്കൊന്ന് നോക്കാം. ബോത്ത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആർ അപ്ലൈഡ് ടു ഓൾ എലമെന്റ് ഓഫ് കോസ്റ്റ്. ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്. അവർ പറഞ്ഞത് ലേബർ കോസ്റ്റിനാണ് എന്നാണ്. അപ്പൊ അങ്ങനെയില്ല. രണ്ടും കോസ്റ്റ് കൺട്രോൾ ആയാലും കോസ്റ്റ് റിഡക്ഷൻ ആയാലും എല്ലാ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്. ദർ ഈസ് നോ സ്പെസിഫിക് ഡിവിഷൻ വെയർ വൺ ടൂൾ ഓൺലി മാനേജ് ലേബർ ആൻഡ് അതർ മാനേജസ് മെറ്റീരിയൽ. എന്താണ്? നമുക്കറിയാം, ഒരു ടൂള് ലേബറിനെ മാനേജ് ചെയ്യാനും മറ്റേത് മെറ്റീരിയലിനെ മാനേജ് ചെയ്യാനൊന്നുമില്ല. എല്ലാ എലമെന്റ് ഓഫ് കോസ്റ്റിനെയും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കോസ്റ്റ് കൺട്രോൾ തമ്മിലും കോസ്റ്റ് റിഡക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് പറയുന്നു. കോസ്റ്റ് കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു മെയിൻറ്റെയിൻ കോസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്. എന്താണ്? നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം കോസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. എന്നാൽ കോസ്റ്റ് റിഡക്ഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു അച്ചീവ് റിയൽ ആൻഡ് പെർമനന്റ് റിഡക്ഷൻ ഇൻ യൂണിറ്റ് കോസ്റ്റ്. നമ്മുടെ യൂണിറ്റ് കോസ്റ്റിനകത്ത് പെർമനന്റ് ആയിട്ടും റിയൽ ആയിട്ടും ഒരു റിഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് എന്താ, കോസ്റ്റ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് ക്വാളിറ്റിക്ക് കുറവൊന്നും വരുത്തുന്നില്ല. ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാതെ തന്നെ കോസ്റ്റിനകത്ത് റെഡ്യൂസ് വരുത്തുക എന്നുള്ളതാണ് കോസ്റ്റ് റിഡക്ഷൻ പറയുന്നത്. ഇനി പ്രോസസ് നോക്കാം. എന്താണ് കോസ്റ്റ് കൺട്രോളിന്റെ പ്രോസസ് എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു, പിന്നീട് പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, എന്നിട്ട് എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് റിഡക്ഷന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? ചലഞ്ചിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇംപ്രൂവിംഗ് പ്രോസസ്സസ് അല്ലെങ്കിൽ ഡിസൈൻ. എന്താണ്? നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിനെയും ചലഞ്ച് ചെയ്യാണ്. അത്രയും സ്റ്റാൻഡേർഡ് കോസ്റ്റ് പോലും നമുക്ക് വേണ്ട, അതിൽ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കോസ്റ്റ് കൺട്രോളിന്റെ നേച്ചർ നോക്കാം. എൻഡ് വെൻ ദ ടാർഗറ്റ് ഈസ് അച്ചീവ്ഡ്. അതായത് ഷോർട്ട് ടേം ആണ്. നമ്മുടെ ടാർഗറ്റ് എപ്പോഴാണോ അച്ചീവ് ആകുന്നത് ആ സമയത്ത് കോസ്റ്റ് കൺട്രോൾ എൻഡ് ആവുകയാണ് ചെയ്യുന്നത്, അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ അങ്ങനെയല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിനൊരു ടാർഗറ്റ് അച്ചീവ് ആയാൽ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതെന്താണ്? ആ ഒരു ലോങ് ടേം നേച്ചറിലേക്കുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഏത്? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്കോപ്പ് പറയുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് കൺട്രോളിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അപ്ലൈസ് ടു ഓൾ കോസ്റ്റ് ഐറ്റം, മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്. ഇവിടെ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തിയത്. അതായത് ഈ രണ്ട് ഐറ്റം ആയാലും എവിടെയെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്? എല്ലാ എലമെന്റ് ഓഫ് കോസ്റ്റിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. മെറ്റീരിയലിലും ലേബറിലും ഓവർ ഹെഡിലും ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പൊ എന്താണ്? രണ്ടിന്റെയും സ്കോപ്പിനകത്ത് എന്താണ്? എല്ലാ കോസ്റ്റ് ഐറ്റത്തിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ മാർജിനൽ കോസ്റ്റിംഗ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ്. എന്താണ്? മാർജിനൽ കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. മാർജിനൽ കോസ്റ്റിംഗിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വരുന്ന ഒരു കോസ്റ്റിംഗ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, only variable cost are treated as production cost. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. ശരിയാണ്. മാർജിനൽ കോസ്റ്റിന്റെ അസംഷനിൽ നമ്മൾ പറഞ്ഞതാണ് വേരിയബിൾ കോസ്റ്റുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. രണ്ട് പറയുന്നു, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ലൈക്ക് ജോബ് കോസ്റ്റിംഗ് ഓർ പ്രോസസ് കോസ്റ്റിംഗ്. ശരിയാണോ? ജോബ് കോസ്റ്റിംഗും പ്രോസസ് കോസ്റ്റിംഗും പോലെ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. മെത്തേഡ് ആണോ ഇത്? അല്ല, ഇതൊരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ്. മറന്നു പോകരുത്. മാർജിനൽ കോസ്റ്റിംഗും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ഒക്കെ എന്താണ്? ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗും പ്രോസസ് കോസ്റ്റിംഗും ഒക്കെയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്ന് നോക്കാം. ഓൾ ഫിക്സഡ് കോസ്റ്റ് ആർ റിട്ടേൺ ഓഫ് ഫ്രം ദി പ്രോഫിറ്റ് ഫോർ ദാറ്റ് പീരീഡ്. ശരിയാണ്. മാർജിനൽ കോസ്റ്റിംഗിന്റെ അസംഷനിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റുകളെല്ലാം നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന്, ആ ഒരു പീരീഡിന്റെ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നു, ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കംപ്രസസ് ഓൺലി ദ വേരിയബിൾ കോസ്റ്റ് കമ്പോണന്റ്. ശരിയാണല്ലേ? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ? അതിന് മുന്നേ തന്നെ നമ്മൾ പ്രോഫിറ്റിനകത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞോ? ഫിക്സഡ് കോസ്റ്റുകളെ റിട്ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് കമ്പോണന്റുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ അതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ബിയിൽ എന്താ തെറ്റിപ്പോയത്? മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. തെറ്റാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ്. മറന്നു പോകരുത്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്താണ്, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്താണ് എന്ന്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി സിസ്റ്റം യൂസ്ഡ് ടു അസൈൻ
കോസ്റ്റ് ടു സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഇൻഡസ്ട്രി. എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രിയുടെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിന്മേലോ സർവീസിന്മേലോ കോസ്റ്റ് അസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറഞ്ഞത്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്താണ്, ഒരു സിസ്റ്റമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഇതൊക്കെ എന്താണ്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. എന്നാൽ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ ദി ടൂൾ യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, കൺട്രോൾ ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ് റിഗാർഡ്ലെസ് ഓഫ് ദി മെത്തേഡ് യൂസ്ഡ്. അതായത് ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് യൂസ്ഡിനെ വെച്ചല്ല, മെത്തേഡ് യൂസ്ഡ് അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും കൺട്രോൾ ആൻഡ് പ്രോഫിറ്റ് അനാലിസിസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ടൂൾസ് ഓഫ് കോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മാർജിനൽ കോസ്റ്റിംഗും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ഒക്കെ. അതാണ് തെറ്റിപ്പോയത്. നമ്മളോട് പറഞ്ഞത് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്നാണ്. തെറ്റാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ്. therefore മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്, നോട്ട് എ മെത്തേഡ്. അതുപോലെ തന്നെ ആദ്യത്തെ ആ ഓപ്ഷൻസും കൂടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എയിൽ പറഞ്ഞു only variable cost are treated as product cost. ശരിയാണല്ലേ. This is a fundamental rule of marginal costing. Only cost that vary with the output. അതായത് ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറുന്ന കോസ്റ്റുകളായിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഇതൊക്കെ എന്താണ്, ചാർജ് ടു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്മേൽ ചാർജ് ചെയ്യുന്ന ഇങ്ങനെ മാറുന്ന കോസ്റ്റുകളാണ് ഏതെന്ന് പറയുന്നത്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ഇവിടെ വരുന്നത്, പ്രോഡക്റ്റ് കോസ്റ്റിൽ വരുന്നത്. രണ്ടാമത് പറയുന്നു ഓൾ ഫിക്സഡ് കോസ്റ്റ് ആർ റിട്ടേൺ ഓഫ് ഫ്രം ദി പ്രോഫിറ്റ് ഫോർ ദാറ്റ് പീരീഡ്. നമ്മൾ പറഞ്ഞതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. അത് ഓർത്തിരിക്കുക. എന്താണ്, വേരിയബിൾ കോസ്റ്റിനെ പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റിനെ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവയെ നമുക്ക് നമ്മുടെ ആ വർഷത്തെ പ്രോഫിറ്റിന്റെ കൂടെ റൈറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ദേ ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ് ഇൻ ഇൻവെന്ററി ബട്ട് ആർ ചാർജ്ഡ് ടു ടോട്ടൽ എഗൈൻസ്റ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് അല്ലേ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ആ കോൺട്രിബ്യൂഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പറയുന്നു ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കംപ്രസസ് ഓൺലി ദ വേരിയബിൾ കോസ്റ്റ് കമ്പോണന്റ്. ശരിയല്ലേ. കാരണം വേരിയബിൾ കോസ്റ്റ് കമ്പോണന്റ് ആണ് ഇവിടെ വരുന്നത്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂവിൽ വരുന്നത്. സിൻസ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പ്രോഡക്റ്റ് കോസ്റ്റ്. പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റിനെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദ വാല്യുവേഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് ഇൻവെന്ററീസ് എക്സ്ക്ലൂഡ് ഫിക്സഡ് ഓവർഹെഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും വർക്കിംഗ് പ്രോഗ്രസിന്റെ ആയാലും വാല്യുവേഷൻ വരുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, പ്രോഡക്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അവിടെ ആര് വരുന്നില്ല, ഫിക്സഡ് ഓവർഹെഡ് വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി സെന്റർ ഫോർ വിച്ച് കോസ്റ്റ് ആർ അസർടൈൻഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ. വളരെ ഈസി ആയിട്ട് ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ഓർത്ത് വെച്ചാൽ മതി. കോസ്റ്റ് സെന്റർ ആണോ, കോൺട്രിബ്യൂഷൻ സെന്റർ ആണോ, ഒന്നുകൂടെ, കോസ്റ്റ് സെന്റർ ആണോ, കോൺട്രിബ്യൂഷൻ സെന്റർ, കൺട്രോൾ സെന്റർ അല്ലെങ്കിൽ ഔട്ട്ലേ സെന്റർ, ഏതിന്റെ ഡെഫിനിഷൻ ആയിരുന്നു ഇത്? ഡാഷ് ഇസ് ദി റെസ്പോൺസിബിലിറ്റി സെന്റർ. എന്താണ് അതെന്ന് പറയുന്നത്, ഒരു റെസ്പോൺസിബിലിറ്റി സെന്റർ ആണ്. ഇവിടെ എന്താണ്, കോസ്റ്റ് ആർ അസർടൈൻഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് കണ്ടുപിടിക്കുകയും കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി സെന്ററിനെ നമ്മൾ വിളിച്ച പേരെന്താണ്, കോസ്റ്റ് സെന്റർ എന്നാണ്. അപ്പൊ ഇവിടെ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നത് എവിടെയാണോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, കോസ്റ്റ് സെന്റർ എന്ന് പറയാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി നമുക്ക് കോസ്റ്റ് സെന്റർ എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ചിലപ്പം വേറെ ഏതെങ്കിലും സെന്ററുകളായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് സെന്റേഴ്സ് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് റവന്യൂ സെന്റർ ആണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സെയിൽസിനെയാണ്. അതായത് നമുക്ക് റവന്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് ആണ് അല്ലേ. അപ്പോൾ ജനറേറ്റിംഗ് സെയിൽസിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, റവന്യൂ സെന്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രോഫിറ്റ് സെന്റർ എന്ന് നോക്കാം. റെസ്പോൺസിബിൾ ഫോർ ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. പഠിച്ചിരിക്കുക, കോസ്റ്റും റവന്യൂലും റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ഏത് സെന്റർ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് സെന്റർ നമ്മൾ പറഞ്ഞു അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. റവന്യൂ സെന്റർ നമ്മൾ പറഞ്ഞു ജനറേറ്റിംഗ് സെയിൽസ് ആണ്. പ്രോഫിറ്റ് സെന്ററിനകത്ത് ഇത് രണ്ടും വരുന്നുണ്ട്, കോസ്റ്റ് ആൻഡ് റവന്യൂ ആണ് എവിടെ വരുന്നത്, പ്രോഫിറ്റ് സെന്ററിൽ വരുന്നത്. ഇനി നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് സെന്റേഴ്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് സെന്ററും കോൺട്രിബ്യൂഷൻ സെന്ററും. നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് സെന്റർ റെസ്പോൺസിബിൾ ഫോർ
കോസ്റ്റ്, റവന്യൂ ആൻഡ് ദ സ്ട്രാറ്റജിക് യൂസ് ഓഫ് അസറ്റ് ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ എന്തൊക്കെയാണ്? കോസ്റ്റ് വരുന്നുണ്ട്, റവന്യൂ വരുന്നുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ പ്രോഫിറ്റ് സെന്ററിനകത്ത് ഇത് രണ്ടും കൂടാതെ ഏത് കൂടെ വരുന്നുണ്ട്? അസറ്റ് ആൻഡ് ക്യാപിറ്റലിന്റെ സ്ട്രാറ്റജിക് യൂസും കൂടെ വരികയാണെങ്കിൽ അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയാം. അപ്പൊ കോസ്റ്റ് മാത്രം വരുന്നത് കോസ്റ്റ് സെന്റർ, സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ വരുന്നത് റവന്യൂ സെന്റർ, കോസ്റ്റും റവന്യൂയും കൂടെ വരുന്നത് പ്രോഫിറ്റ് സെന്റർ, കോസ്റ്റും റവന്യൂയും സ്ട്രാറ്റജിക് യൂസ് ഓഫ് അസറ്റ് ആൻഡ് ക്യാപിറ്റലും കൂടെ വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. ഇനി ലാസ്റ്റ് വൺ ആണ് കോൺട്രിബ്യൂഷൻ സെന്റർ. ഇത് അത്ര കോമൺ ടേം അല്ല. യൂഷ്വലി റിഫറിംഗ് ടു എ യൂണിറ്റ് ഇവാലുവേറ്റഡ് ഓൺ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ മാർജിൻ. എന്താണ്? ഒരു കോൺട്രിബ്യൂഷൻ മാർജിനെ ഉപയോഗിച്ചുകൊണ്ട് യൂണിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോൺട്രിബ്യൂഷൻ സെന്റർ. അപ്പൊ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ ഉപയോഗിച്ചുകൊണ്ടാണ് യൂണിറ്റ് ഇവാലുവേഷൻ നടക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൺട്രിബ്യൂഷൻ സെന്റർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഓവർഹെഡ് ഇൻ കോസ്റ്റിംഗ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ്. എന്താണ്? ഓവർഹെഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഐറ്റംസ് ചേരുന്നതാണ് അല്ലേ? നമ്മുടെ കോസ്റ്റ് എലമെന്റിനകത്ത് ഇൻഡയറക്റ്റ് എലമെന്റുകൾ ചേരുന്നതാണ് ഓവർഹെഡ് എന്ന് പറഞ്ഞത്. ഇൻഡയറക്റ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഓവർഹെഡ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നു ഓവർഹെഡ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻടു ടു, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ശരിയാണോ? ഓവർഹെഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും. ശരിയാണോ? തെറ്റാണില്ലേ? കാരണം ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മാത്രമാണ് വരുന്നത്. ഡയറക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം കോസ്റ്റ് ആണ് വരുന്നത്. ഡയറക്റ്റ് അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും കൂടെ ചേരുന്നത് പ്രൈം കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇവ മൂന്നും കൂടെ ചേരുന്നതാണ് ഓവർഹെഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ തെറ്റായിട്ട് ഡയറക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡയറക്റ്റ് ഇല്ല അല്ലെ? ഇൻഡയറക്റ്റ് മാത്രമാണ് വരുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ട് പറയുന്നു ഓവർഹെഡ് ഇൻക്ലൂഡ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ശരിയല്ലേ? ഓവർഹെഡിനകത്ത് വരുന്നത് എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ആണ്. ശരിയാണ്, നമ്മൾ പഠിച്ചതാണ്. ഇൻഡയറക്റ്റ് ആണ് ഇവിടെ വരുന്നത്, ഓവർഹെഡിൽ വരുന്നത്. സി പറയുന്നു ഓവർഹെഡ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻടു പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ശരിയാണ്, ഓവർഹെഡുകളെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഈ 3 ഹെഡിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൂടെ അറിഞ്ഞിരിക്കുക. ഓവർഹെഡിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്നും, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓവർഹെഡ് എന്നും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നും ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പറയുന്നു ഓവർഹെഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് വേരിയസ് കോസ്റ്റ് സെന്റർ ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ പല കോസ്റ്റ് സെന്ററിലേക്ക് എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? ശരിയാണ്. ഓവർഹെഡിനെ പല പ്രോഫിറ്റ് സെന്റർ അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ട് വന്നത്. തെറ്റായിട്ട് വന്നതിന്റെ കാരണം എന്താണ്? ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട് എന്ന് പറഞ്ഞു. തെറ്റാണ്. ഇൻഡയറക്റ്റ് മാത്രമാണുള്ളത്, ഡയറക്റ്റ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് ശരിയെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ്. എന്താണ്? ഇഒക്യു കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇഒക്യു കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഇഒക്യുവിന്റെ ഇക്വേഷൻ അറിയണം. √2CO/I ആണ്. ഓക്കെ, ആ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എമൗണ്ട് ആർ ഇൻ റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് കൺസംഷൻ പെർ മന്ത് 5000 തന്നിട്ടുണ്ട്. അപ്പൊ സി എന്ന് പറയുന്നത് കൺസംഷൻ ആണ്. കൺസംഷൻ പെർ മന്ത് 5000 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആനുവൽ കൺസംഷൻ ആണ് വേണ്ടത്. അപ്പൊ 5000 × 12 കണ്ടുപിടിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ ഇവിടേക്കാണ് നമുക്ക് തെറ്റുന്നത്. പെർ മന്തിനെ ഇയറിലോട്ട് മാറ്റാതിട്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടില്ല, മറന്നു പോകരുത്. ആനുവൽ കൺസംഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു മാസത്തെയാണ്. നമുക്ക് 12 മാസമാണ് ഒരു വർഷത്തിൽ വരുന്നത്. സോ സി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ പെർ മന്തിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ പറയുന്നു പ്രൈസ് പെർ യൂണിറ്റ് 20 ആണ്. ക്യാരിയിങ് കോസ്റ്റ് പെർ ഇയർ എന്ന് പറയുന്നത് 10% ആണ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ നമുക്ക് സി അറിയാം. 5000 × 12 ചെയ്യുന്നു. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്താണ്? കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് ഓർഡർ എന്ന് പറയുന്നത് 150 ആണ്. ദെൻ അതിനുശേഷം നമുക്ക് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ 20 ആണ് ഒരു യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. 10% ആണ് വരുന്നത്. അപ്പോൾ 20ന്റെ 10% നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനകത്തോട്ട് ഈ ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇഒക്യു കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3000 ആണ്.
EOQ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആനുവൽ കൺസംഷൻ നമ്മൾ പറഞ്ഞു 5000 × 12 എന്ന് പറയുന്നത് 60,000 യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റ് 150 ആണ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 10%, 20ന്റെ 10% എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ഇക്വേഷൻ സോൾവ് ചെയ്തത് √2CO എന്നാണ് പറഞ്ഞത്. അപ്പൊ 2 × C പറഞ്ഞത് 60,000, O പറഞ്ഞത് 150 ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പൊ √2 × 60,000 × 150 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് √9 lakh എന്ന് കിട്ടുന്നു. റൂട്ട് മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 3000 യൂണിറ്റ് ആണ് EOQ എന്ന് കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ്. എന്താണ് ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ടൈം കീപ്പിംഗ്, എന്താണ് ടൈം ബുക്കിംഗ് എന്ന്. ഇതിനകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലേക്ക് ഒരു എംപ്ലോയി വരുന്നതും പോകുന്നതുമായിട്ടുള്ള ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആ എംപ്ലോയി നമ്മുടെ ബിസിനസ്സിൽ വരുന്നതോ പോകുന്നതോ അല്ല, എത്ര സമയമാണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തതും ആ വർക്ക് എൻഡ് ചെയ്തതും അയാൾ എത്രമാത്രം നമ്മുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്തു എന്നുള്ള ടൈമാണ് എവിടെ വരുന്നത്? ടൈം ബുക്കിങ്ങിൽ വരുന്നത്. ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ടൈം കീപ്പിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം ഓഫ് ദി വർക്കർ. ശരിയല്ലേ? ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വർക്കർ നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലേക്ക് വന്ന സമയവും പോയ സമയവും രേഖപ്പെടുത്തുന്ന സിസ്റ്റമാണ് ഏത്? ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞത് ശരിയാണ്. ദെൻ രണ്ടാമത് പറയുന്നു ടൈം ബുക്കിംഗ് ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ടൈം സ്പെൻഡ് ബൈ ദി വർക്കർ ഓൺ ഈച്ച് ജോബ്. എന്താ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞത്? ഒരു വർക്കർ അദ്ദേഹം ചെയ്ത ഓരോ പ്രവൃത്തിയിലും എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്ന സിസ്റ്റമാണ് ഏത്? ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞത്. അതും ശരിയാണ്. നമ്മൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അറൈവലും ഡിപ്പാച്ചറും രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സിസ്റ്റം ടൈം കീപ്പിങ്ങും, അതുപോലെ തന്നെ എത്ര സമയമാണ് ഓരോ വർക്കിനും സ്പെൻഡ് ചെയ്തെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം ടൈം ബുക്കിങ്ങും ആണ്. അത് രണ്ടും ശരിയാണ്. ദെൻ 3 പറയുന്നു ടൈം കീപ്പിംഗ് ഈസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് വൈൽ ടൈം ബുക്കിംഗ് ഈസ് ഫോർ കോസ്റ്റിംഗ് പർപ്പസ്. എന്താണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനാണ്. കാരണം അയാൾ കൃത്യസമയത്ത് വന്നോ കൃത്യസമയത്താണോ പോയത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ടൈം കീപ്പിംഗ് നടത്തുന്നത്. പക്ഷെ എന്നാൽ ടൈം ബുക്കിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റിംഗ് പർപ്പസ് ആണ്. കാരണം ആ ഒരു നമ്മുടെ കോസ്റ്റ് എടുക്കുന്ന സമയത്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് ലേബർ കോസ്റ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? അയാൾ എത്ര സമയമാണ് ഓരോ ജോബിനും ചെലവാക്കിയത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. സോ അതെന്താണ്? ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി തന്നെയാണ്. സോ അതും ശരിയാണ്. ലാസ്റ്റ് വൺ പറയുന്നു attendance register is a method of time keeping while time recording clock is a method of time booking. എന്താണ് എക്സാമ്പിൾ ആണ് പറയുന്നത്? ടൈം കീപ്പിംഗിന്റെ ഒരു മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത്? അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയാണ്. കാരണം വന്ന സമയം പോയ സമയം എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അറ്റൻഡൻസ് രജിസ്റ്റർ. അത് ടൈം കീപ്പിംഗിന്റെ ഒരു മെത്തേഡ് ആണ്. ശരിയാണ്. എന്നാൽ ടൈം ബുക്കിംഗിന്റെ ഒരു മെത്തേഡ് ആണ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്നാണ് പറഞ്ഞത്. അത് ശരിയാണോ? തെറ്റാണ്. ടൈം റെക്കോർഡിംഗ് ക്ലോക്കിങ്ങിലും എന്ത് തന്നെയാണ്? നമ്മുടെ ടൈം കീപ്പിംഗ് തന്നെയാണ് വരുന്നത്, അല്ലാതെ ടൈം ബുക്കിംഗ് അല്ല. അപ്പോൾ ടൈം ബുക്കിങ്ങിന്റെ അല്ലല്ലോ രണ്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് അറ്റൻഡൻസ് രജിസ്റ്റർ ആയാലും ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ആയാലും എന്തിന്റെ മെത്തേഡാണ്? ടൈം കീപ്പിംഗിന്റെ മെത്തേഡാണ്, അല്ലാതെ ടൈം ബുക്കിങ്ങിന്റെ അല്ല. സോ അവിടെയാണ് നമുക്ക് തെറ്റിയത്. ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം മാത്രം വായിച്ചു പോയാൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നും. രണ്ടാമത്തെ ആ ഒരു പാർട്ടിലാണ് തെറ്റൊളിഞ്ഞിരിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിയെന്ന് നമുക്ക് നോക്കാം. ബോത്ത് ആൻ അറ്റൻഡൻസ് രജിസ്റ്റർ ആൻഡ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ആർ മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. എന്താണ് നമ്മൾ ആ പറഞ്ഞ രണ്ട് സാധനങ്ങളും, അറ്റൻഡൻസ് രജിസ്റ്റർ ആയാലും ടൈം കീപ്പിംഗ് അല്ലെങ്കിൽ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ആയാലും എന്ത് തന്നെയാണ്? ടൈം കീപ്പിംഗിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ദേ ബോത്ത് ട്രാക്ക് വെൻ എ വർക്കർ എൻ്റർ ആൻഡ് ലീവ് ദ ഫാക്ടറി ഗേറ്റ്. രണ്ടിലും നമ്മുടെ വർക്കർ നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് വന്നതും പോയതുമായിട്ടുള്ള സമയമാണ് രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്കറിയണം ടൈം ബുക്കിംഗിൻ മെത്തേഡ്
മെത്തേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് അല്ലേ. അവർ തെറ്റായിട്ട് ടൈം ബുക്കിങ്ങിൽ എന്തെന്ന് പറഞ്ഞു, ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. പക്ഷെ നമുക്ക് എക്സാമ്പിൾ പഠിച്ചിരിക്കുക എന്തൊക്കെയാണ്. ആക്ച്വലി ഇൻക്ലൂഡ് തിങ്സ് ലൈക്ക് ഡെയിലി ടൈം ഷീറ്റ്, വീക്ക്ലി ടൈം ഷീറ്റ്, അതുപോലെ തന്നെ ജോബ് കാർഡ്. ഇതൊക്കെയാണ് എന്തിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ടൈം ബുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡെയിലി ടൈം ഷീറ്റ്, വീക്ക്ലി ടൈം ഷീറ്റ്, ജോബ് കാർഡ്, ഇതൊക്കെ എന്താണ്, നമ്മുടെ ടൈം ബുക്കിങ്ങിൻ്റെ മെത്തേഡാണ്. ഇനി നമുക്ക് അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും. ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് അറ്റൻഡൻസ് പർപ്പസിന് വേണ്ടിയിട്ടും ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത് ജോബ് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടുമാണ്. നോക്കാം, ഫോക്കസ് ചെയ്യുന്നത് ടൈം കീപ്പിങ്ങിനകത്ത് ഫോക്കസ് വരുന്നത് എന്താണ്, ഒരു എംപ്ലോയി നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുന്ന സമയവും പോകുന്ന സമയവുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ടൈം അറ്റ് ദി ഫാക്ടറി. എന്നാൽ ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത് വന്നത് പോയതാണോ, അല്ല, ഇത്ര സമയമാണ് ഒരു വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത്. റെക്കോർഡിംഗ് ടൈം സ്പെൻഡ് ഓൺ സ്പെസിഫിക് ജോബ് ഓർ ഓപ്പറേഷൻ. ഇനി പർപ്പസ് നോക്കാം. ടൈം കീപ്പിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പേറോള്, അറ്റൻഡൻസ് ആൻഡ് മെയിൻറ്റൈനിങ് ഡിസിപ്ലിൻ. ഇതാണ് ടൈം കീപ്പിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. എന്നാൽ ടൈം ബുക്കിങ്ങിന്റെ പർപ്പസിനകത്ത് കോസ്റ്റിംഗ് ആണ് വരുന്നത്. കോസ്റ്റിംഗ്, ഡിറ്റർമിനിങ് ലേബർ എഫിഷ്യൻസി, ഓവർഹെഡ് അലോക്കേഷൻ, ഇതൊക്കെയാണ് ടൈം ബുക്കിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ടൈം കീപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അറ്റൻഡൻസ് രജിസ്റ്റർ, ഡിസ്ക് മെത്തേഡ്, ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, ഇതൊക്കെ എന്താണ്, ടൈം കീപ്പിംഗ് മെത്തേഡ്സ് ആണ്. എന്നാൽ ടൈം ബുക്കിംഗ് മെത്തേഡ്സിലേക്ക് വരുമ്പോൾ അവിടെ ജോബ് കാർഡ്, ഡെയിലി ഓർ വീക്ക്ലി ടൈം ഷീറ്റ്, പീസ് വർക്ക് കാർഡ്, ഇതൊക്കെ എന്ത് മെത്തേഡാണ്, ടൈം ബുക്കിംഗ് മെത്തേഡാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ് ഈസ് നോട്ട് അലൗഡ് അണ്ടർ IFRS. എന്താണ് IFRS അലൗ ചെയ്യാത്തത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡാണ്? FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. രണ്ടാമത് പറയുന്നു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. മൂന്നാമത് LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് വൺ സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ. ഏതായിരിക്കും IFRS അലോ ചെയ്യാത്ത ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ് എന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. LIFO ആണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. കാരണം എന്താണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആകുമ്പോൾ നമ്മുടെ ഇൻവെന്ററി വാല്യുവേഷൻ ഒക്കെ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൈസ്, അതായത് അവസാനം വന്നതിനെ ആദ്യം അങ്ങ് എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും എന്താണ്, മാർക്കറ്റ് പ്രൈസുമായിട്ട് യോജിക്കാത്ത തരത്തിലുള്ള എന്താണ് പ്രൈസിങ് ആയിരിക്കും നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന് വരുന്നത്. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വാങ്ങിച്ചത് അതുപോലെ തന്നെ വെച്ചേക്കാണ്, അവസാനം വാങ്ങിച്ചതാണ് എടുക്കുന്നത്. സോ ആദ്യം വന്നതാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസും ഇതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ IFRS അലൗ ചെയ്യാത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു IFRS സ്റ്റാറ്റസ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് FIFO മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. IFRSന്റെ സ്റ്റാറ്റസിൽ അത് അലൗഡ് ആണ്. കാരണം എന്ന് പറയുന്നത് ഇറ്റ് അസ്യൂം ദ ഓൾഡസ്റ്റ് ഐറ്റം ആർ സോൾഡ് ഫസ്റ്റ്. എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വന്നത് ആദ്യം നമുക്ക് വിൽക്കണം, അതാണ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് റിഫ്ലക്ട് റിസെന്റ് കോസ്റ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ വരുന്നത് റിസെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അലവബിൾ ആണ്. ഇനി വെയ്റ്റഡ് ആവറേജിൽ എന്താണ്, അതും അലവ് ആണ്. കാരണം എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആവറേജ് കോസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സിമിലർ ഐറ്റവും അവൈലബിൾ ആയിരിക്കും. ആവറേജ് കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് അതും അലവബിൾ ആണ്. ഇനി സ്പെസിഫിക് ഐഡന്റിഫിക്കേഷനിൽ അതും അലവബിൾ ആണ്. യൂസ്ഡ് ഫോർ ഹൈ വാല്യൂ യുണീക്ക് ഐറ്റം. ഈ സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ വരുന്നത് എവിടെയാണ്, നല്ല കൂടുതൽ വാല്യൂ ഉള്ളതും യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസിനുമാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇതും IFRS അലവബിൾ ആണ്. ഇപ്പോൾ കസ്റ്റം ജ്വല്ലറി, അതുപോലെ തന്നെ കാറ്, ഇങ്ങനെയുള്ള ഹെവി കോസ്റ്റ് വരുന്ന അല്ലെങ്കിൽ യുണീക്ക് വാല്യൂസ് വരുന്ന ഐറ്റംസിനാണ് സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ലാസ്റ്റിംഗ് ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത് IFRS പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ എന്താണ്, ന്യൂവസ്റ്റ് ഐറ്റം ആ സോൾഡ് ഫസ്റ്റ്. ഏറ്റവും പുതിയ സാധനം ആദ്യം വിൽക്കുന്നു. അങ്ങനെ വരുമ്പം നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്തായി പോവും, പഴയതായി പോവും. അത് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ IFRS പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഏത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്ക് വിത്ത് ദെയർ പർപ്പസ്. എന്താണ്, നമുക്ക് കുറച്ച് ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്കും അതിന്റെ കുറച്ച് പർപ്പസും തന്നിട്ടുണ്ട്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ടെക്നിക്കുകളാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഇൻ ടൈം, ഇക്കണോമിക് ഓർഡർ, ABC അനാലിസിസ്, സേഫ്റ്റി സ്റ്റോക്ക്. ഇത് 4 തന്നിരിക്കുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് നമുക്ക് ഇൻവെന്ററി എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് മാത്രം നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്, നമുക്കത് ഹോൾഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. കാരണം എന്താ, വാങ്ങിച്ച ഉടനെ തന്നെ നമ്മളത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അത് നമ്മുടെ വെയർ ഹൗസിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഇക്കണോമിക് ഓർഡർ എന്ന് പറയുന്നത് EOQ
ടു ആണ്. എന്താണ്, ഏത് യൂണിറ്റ്, അതായത് നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഈക്വൽ ആകുന്ന തരത്തിൽ അല്ലെങ്കിൽ ബാലൻസ് ആകുന്ന തരത്തിൽ എത്രമാത്രം യൂണിറ്റ് ആണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് പറയുന്നത്. ദെൻ ABC അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെന്ററിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് A ഗ്രൂപ്പ് എന്നും B ഗ്രൂപ്പ് എന്നും C ഗ്രൂപ്പ് എന്നും. അത് നമ്മുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് ABC അനാലിസിസ് വരുന്നത്. ദെൻ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അഡീഷണലി പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം എന്തെങ്കിലും സാഹചര്യത്താൽ പിന്നീട് ഒരു സ്റ്റോക്ക് പർച്ചേസ് നടന്നില്ല, നമുക്ക് അത്യാവശ്യമായിട്ട് സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള സേഫ്റ്റി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ബഫർ സ്റ്റോക്കാണ് ഏത്, സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റുകൾ നിങ്ങളുടെ മനസ്സിലിരിക്കുക. എന്നിട്ട് നമുക്ക് ആ പർപ്പസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇൻ ടൈം എന്താണ്, അതുപോലെ എക്കണോമിക് ഓർഡറിന്റെ പർപ്പസ്, ABC അനാലിസിസിന്റെ പർപ്പസ്, സേഫ്റ്റി സ്റ്റോക്കിന്റെ പർപ്പസ് നോക്കാം. ഫസ്റ്റ് വൺ, റെഡ്യൂസ് ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ്. എവിടെയാണ്, ഏത് ടെക്നിക്കിലാണ് ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് റെഡ്യൂസ് ആവുന്നത്? നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഇൻ ടൈമിലാണ് അല്ലേ. കാരണം എന്താ, നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് എന്ത് വരുന്നത്, നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കുന്നത്. അതിനെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല, അന്നേരം തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ റെഡ്യൂസ് ആകുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ഒപ്റ്റിമൈസ് ക്വാണ്ടിറ്റി ഓർഡർ സൈസ്. എന്താണ്, നമ്മുടെ ക്വാണ്ടിറ്റി ഓർഡർ സൈസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. എന്താണ്, ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഏകദേശം ബാലൻസ് ചെയ്യുന്ന രീതിയിൽ. അല്ലെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഐറ്റംസ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് കൂടുമ്പോൾ ക്യാരിയിങ് കോസ്റ്റ് കുറയും, അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ് കൂടുമ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് കുറയും ഇല്ലേ, ഓപ്പോസിറ്റ് വരുന്ന ഐറ്റം ആണ്. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ യൂണിറ്റുകൾ എന്താ ഓർഡർ ചെയ്യുന്നതാണ് ഇക്കണോമിക് ഓർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ക്വാണ്ടിറ്റി ഓർഡർ സൈസ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാച്ചായി. ദെൻ ABC അനാലിസിസ് പറയുന്നുണ്ട്. അടുത്ത് പറയുന്ന പർപ്പസ് എന്ന് പറയുന്നത് ക്ലാസിഫൈ ഇൻവെന്ററി ബൈ ഇമ്പോർട്ടൻസ്. എന്താണ്, നമ്മുടെ ഇൻവെന്ററിയെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂവിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഏത്, ABC അനാലിസിസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, സേഫ്റ്റി സ്റ്റോക്കിൽ എന്താണ്, പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട് ആണ്. കാരണം എന്താ, നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് ആയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, പ്രൊഡക്ഷൻ നിന്ന് പോവാതെ തന്നെ എന്താ ആ ഒരു സ്റ്റോക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റോക്ക് ഔട്ട് പ്രിവെന്റ് ചെയ്യാൻ എന്ത് പറ്റുന്നുണ്ട്, സേഫ്റ്റി സ്റ്റോക്കിന് പറ്റുന്നുണ്ട്. അപ്പൊ ഈ നേരെ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. A1, B2, C3 ആൻഡ് D4. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ B ആണ് വരുന്നത്. A1, B2, C3 ആൻഡ് D4 ആണ്. ഇനി നമുക്ക് ആ ഒരു റീസൺസ്, ഇതൊക്കെ ശരിയാവാനുള്ള റീസൺസ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ്, ഗുഡ്സ് അറൈവ് ഓൺലി ആസ് ദേ ആർ നീഡഡ്. നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്താണ് ഗുഡ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ മിനിമൈസിങ് ദ എമൗണ്ട് ഓഫ് സ്റ്റോക്ക് കെപ്റ്റ് ഓൺ ദി ഹാൻഡ് ആൻഡ് ദ കോസ്റ്റ് ടു സ്റ്റോർ ഇറ്റ്. എന്താണ്, നമ്മുടെ ബിസിനസ്സിൽ അത് സ്റ്റോർ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് അവിടെ റെഡ്യൂസ് ചെയ്യാം. കാരണം സ്റ്റോർ ചെയ്യുന്നുണ്ടോ, ഇല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ വരുന്നു, അന്നേരം തന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ് എന്തിനുള്ളത്, ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്കിനുള്ളത്. രണ്ടാമത് പറയുന്നത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഓർഡർ സൈസ് ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂസസ് ദ മാത്തമാറ്റിക്കൽ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് സിറ്റ് സ്പോട്ട് ദാറ്റ് മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് ആൻഡ് ഹോൾഡിംഗ് ഇൻവെന്ററി. എന്താണ്, ഓർഡറിംഗ് കോസ്റ്റും ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റും മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു എത്ര യൂണിറ്റ് ആണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. അതുവഴി എന്താണ് പർപ്പസ്, ഓർഡർ സൈസ് ഒപ്റ്റിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ABC അനാലിസിസ് ക്ലാസിഫൈ ഇൻവെന്ററി ബൈ ഇമ്പോർട്ടൻസ്. കാറ്റഗറൈസ് ഐറ്റം, നമ്മുടെ ഇൻവെന്ററിയെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ് ആൻഡ് C ഗ്രൂപ്പ്. അത് എന്തിന്റെ ബേസിലാണ്, അതിന്റെ വാല്യൂവിന്റെ ബേസിലും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് യൂസ് ടു പ്രയോറിറ്റൈസ് മാനേജ്മെന്റ് എഫേർട്ട്, എത്രമാത്രം യൂസ് ആണ് അതിന് വരുന്നത്, അതായത് എത്ര തവണ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിന്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻവെന്ററിയെ ക്ലാസിഫൈ ചെയ്യാണ് ABC അനാലിസിസിലൂടെ. ലാസ്റ്റ് പറയുന്നത് സേഫ്റ്റി സ്റ്റോക്ക് ആണ്. പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട്, ആക്ട് ആസ് എ ബഫർ ഓർ കുഷൻ ഓഫ് എക്സ്ട്രാ ഇൻവെന്ററി ടു പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് അൺഎക്സ്പെക്ടഡ് സ്പൈക്ക് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിലേ. എന്താണ്, നമ്മുടെ ഡിമാൻഡ് ഓഫ് സപ്ലൈ ഡിലേ കാരണം എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് സ്പൈക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന എക്സ്ട്രാ ഇൻവെന്ററി അല്ലെങ്കിൽ കുഷൻ ഓർ ബഫർ തന്നെയാണ് എന്തെന്ന് പറഞ്ഞത്, സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. ഇതിന്റെ പർപ്പസ് സ്റ്റോക്ക് ഔട്ട് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോസ്റ്റിംഗ് ടെക്നിക് ഈസ് കറക്റ്റ്. എന്താണ്, കോസ്റ്റിംഗ് ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഫസ്റ്റ് വൺ, ദ ടെക്നിക് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് റിഫേഴ്സ് ടു പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ കോസ്റ്റ്. എന്താണ്? കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ടെക്നിക് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ പഠിച്ചിരിക്കുക എന്താണ് ടെക്നിക് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? ടെക്നിക് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അത് ശരിയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ദെൻ രണ്ടാമത് പറയുന്നു, ദ പ്രോസസ് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് ഇൻക്ലൂഡ് റൊട്ടീൻ കോസ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ജോബ് ഓർ പ്രോസസ് കോസ്റ്റിംഗ്. എന്താണ്? ഒരു ജോബ് കോസ്റ്റിംഗിന്റെയോ പ്രോസസ് കോസ്റ്റിംഗിന്റെയോ റൊട്ടീൻ കോസ്റ്റ് ഡിറ്റർമിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രോസസ് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണത്? റൊട്ടീൻ കോസ്റ്റ് ഡിറ്റർമിനേഷൻ ആണ്. എന്തിന്റെ? ജോബ് അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗിന്റെ റൊട്ടീൻ കോസ്റ്റ് ഡിറ്റർമിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പ്രോസസ് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ടെക്നിക് ആസ്പെക്ട് എന്ന് പറയുന്നത് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റൂൾസ് ആണ്. പ്രോസസ് ആസ്പെക്ട് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗിലോ പ്രോസസ് കോസ്റ്റിംഗിലോ ഉപയോഗിക്കുന്ന റൊട്ടീൻ കോസ്റ്റ് ഡിറ്റർമിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രോസസ് ആസ്പെക്ട് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, കോസ്റ്റിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഓർ മാർജിനൽ കോസ്റ്റിംഗ്. ശരിയാണോ? കോസ്റ്റിംഗിനകത്ത് എന്തില്ല എന്നാണ് പറയുന്നത്? ഡസ് നോട്ട് ഇൻവോൾവ് എന്നാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങോ മാർജിനൽ കോസ്റ്റിങ്ങോ കോസ്റ്റിംഗിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോസ്റ്റിംഗ് ടെക്നിക്കിനകത്ത് വരുന്ന രണ്ട് ടെക്നിക്കുകളാണ് ഏത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് വന്നില്ല എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഇത് ഇൻവോൾവ് ആണ് വരേണ്ടത്. ഡസ് നോട്ട് ഇൻവോൾവ് വന്നതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. മൂന്നൊഴികെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ only 1 and 2 are correct. ഓപ്ഷൻ ബി only 2 and 3 are correct. ഓപ്ഷൻ സി only 1 and 3 are correct. ലാസ്റ്റ് വൺ all 1, 2 and 3 are correct. ഏതായിരിക്കും ശരി? 1 ഉം 2 ആണ് ശരി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ only 1 and 2 are correct. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ ഫാക്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് ആർ ടു ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക്. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആയാലും മാർജിനൽ കോസ്റ്റിംഗ് ആയാലും നമ്മുടെ ഒരു ടെക്നിക്കാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്പ് വിത്ത് ബജറ്ററി ആൻഡ് വേരിയൻസ് അനാലിസിസ്. എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് ബജറ്റിങ്ങും വേരിയൻസ് അനാലിസിസും വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിഗാർഡിംഗ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ. എന്താണ്? ഡിസിഷൻ മേക്കിങ്ങിനും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷൻ മാർജിനും ഒക്കെ കണ്ടുപിടിക്കാനും ഒക്കെ എന്ത് സഹായിക്കുന്നു? മാർജിനൽ കോസ്റ്റിംഗ് സഹായിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഡെഫിനിഷൻസ് എന്ന് നോക്കാം. ആദ്യം തന്നെ ടെക്നിക് എന്താണ്? ടെക്നിക് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. ടെക്നിക് ഇസ് ദി റൂൾ ആൻഡ് പ്രിൻസിപ്പിൾ അപ്ലൈഡ്. കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂൾസ് ആൻഡ് പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ടെക്നിക് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് യൂസിങ് ഫിഫോ ഫോർ ഇൻവെന്ററി വാലുവേഷൻ. ഇൻവെന്ററി വാലുവേഷന് ഫിഫോ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ടെക്നിക് ആണെന്ന് പറയാം. ദെൻ പ്രോസസ് എന്ന് പറയുന്നത് ഡേ ടു ഡേ റൊട്ടീൻ ഓഫ് ട്രാക്കിംഗ് ആണ്. എന്താണ്? നമ്മൾ റൊട്ടീൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റ് കണ്ടുപിടിക്കലാണ് ഏതെന്ന് പറയുന്നത്? പ്രോസസ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ലേബർ അവേഴ്സ് ഓൺ ജോബ് ഷീറ്റ്. ജോബ് ഷീറ്റിൽ ലേബർ അവേഴ്സ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി സ്കോപ്പ് പറയുന്നുണ്ട് ഇൻക്ലൂഡ് ഓൾ മെത്തേഡ് ഓഫ് അനാലിസിസ്. എന്താണ്? നമുക്ക് എല്ലാ മെത്തേഡ്സ് ഓഫ് അനാലിസിസിനും എന്താണ്? അതിന്റെ സ്കോപ്പാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും ആണ്, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ആണ് ടെക്നിക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കോസ്റ്റിംഗ്. എന്താണ്? മെറ്റീരിയൽ കോസ്റ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഓർഡറിംഗ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ്. എന്താണ്? മെറ്റീരിയൽ കൺട്രോൾ എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മുടെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ. ടോട്ടൽ കോസ്റ്റ് എങ്ങനെ മിനിമൈസ് ചെയ്യും? ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കുറച്ചുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ മെറ്റീരിയൽ കോസ്റ്റ് സഹായിക്കുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ സഹായിക്കുന്നു. അപ്പോൾ മെറ്റീരിയൽ കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഓർഡറിംഗ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നു ടു പ്രൊവൈഡ് ആൻ അൺലിമിറ്റഡ് സ്റ്റോക്ക് ഫോർ മെറ്റീരിയൽ ടു അവോയ്ഡ് ഷോർട്ടേജ്. എന്താണ്? ഷോർട്ടേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അൺലിമിറ്റഡ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണോ? അൺലിമിറ്റഡ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് എന്താണ്? അത്രയും കൂടൂലേ? ക്യാരിയിങ് കോസ്റ്റ് കൂടുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റും കൂടും. അപ്പൊ അൺലിമിറ്റഡ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്താണ്? ഷോർട്ടേജുകൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റോക്ക് ചെയ്യും. പക്ഷെ അത് ഒരിക്കലും അൺലിമിറ്റഡ് സ്റ്റോക്ക് അല്ല വരുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ആൻഡ് അപ് ടു ഡേറ്റ് റെക്കോർഡ് ഓഫ് ഇൻവെന്ററി. എന്താണ്? ഇൻവെന്ററിയെ സംബന്ധിച്ചുള്ള പ്രോപ്പർ ആയിട്ടും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ മെറ്റീരിയൽ കൺട്രോൾ സഹായിക്കുന്നു. അതും ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് അല്ലേ. നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് വേണം. ആ റെക്കോർഡിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ കൺട്രോൾ സഹായിക്കുന്നുണ്ട്. സോ അത് ശരിയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1, 3 ആണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഏതൊക്കെയാണ് മെറ്റീരിയൽ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് എന്നാണ്. അപ്പോൾ ശരിയായിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി only 2 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ സി only 1 and 3 ആർ കറക്റ്റ്. ലാസ്റ്റ് വൺ all 1, 2 and 3 ആർ കറക്റ്റ്. ഏതൊക്കെയാണ് കറക്റ്റ്? 1, 3 ആണ് കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി only 1 and 3 ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് കറക്റ്റ്. എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് റിക്വയർ ഫ്രീക്വന്റ് റിവിഷൻ വൈൽ പ്രൈസ് സ്റ്റാൻഡേർഡ് ഷുഡ് റിമൈൻ അൺചേഞ്ച്ഡ്. എന്താണ്? നമുക്ക് 2 സ്റ്റാൻഡേർഡുകളുണ്ട്. ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റാൻഡേർഡും ഉണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യണം? ഫ്രീക്വന്റ് ആയിട്ട് റിവൈസ് ചെയ്യണമെന്നും പ്രൈസ് സ്റ്റാൻഡേർഡ് എന്താണ്? ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുമാണ് പറഞ്ഞത്. ശരിയാണോ? തെറ്റാണ്. 2 സ്റ്റാൻഡേർഡ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? റിവിഷൻ നടത്തണം. അല്ലാതെ ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യണമെന്നും പ്രൈസിൻ്റെത് ചെയ്യണ്ട എന്നും അല്ല. മോസ്റ്റ് ഓഫ് ദി കേസിലും പ്രൈസ് ആണ് ചെയ്യേണ്ടി വരുന്നത്, ക്വാണ്ടിറ്റിക്ക് കുറച്ച് മതി. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യണ്ട എന്ന് പറയാൻ പറ്റില്ല. രണ്ടിലും എന്ത് വേണം? റിവിഷൻ ആവശ്യമായിട്ടുള്ള സമയത്ത് റിവിഷൻ വേണം. അല്ലാതെ ഫ്രീക്വന്റ് റിവിഷൻ ക്വാണ്ടിറ്റിക്കും റിവിഷൻ ഇല്ലാത്തത് പ്രൈസും എന്നും നമ്മൾ എങ്ങും പഠിച്ചിട്ടില്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവിടെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. 2 നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് അണ്ടർ സ്പെസിഫിക് വർക്കിംഗ് കണ്ടീഷൻ. എന്താണ്? ഒരു സ്പെസിഫിക് വർക്കിംഗ് കണ്ടീഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രീ ഡിറ്റർമൈൻഡ് കാൽക്കുലേഷനിലൂടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോസ്റ്റ് ആണ്. അത് വെറുതെയാണോ? സയന്റിഫിക് കാൽക്കുലേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു പ്രീ ഡിറ്റർമൈൻഡ് കാൽക്കുലേഷൻ ആണ് എന്ന് പറയാം. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റ് ആണ്. 3 സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ. അതും ശരിയാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. നമ്മൾ പറഞ്ഞു സയന്റിഫിക് സ്പെസിഫിക്കേഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. 1 ഒഴികെ 1 തെറ്റാണ്, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ എ 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി 2 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ സി only 1 and 3 ആർ കറക്റ്റ്. ലാസ്റ്റ് വൺ all 1, 2 and 3 ആർ കറക്റ്റ്. ഏതായിരിക്കും ശരി? 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി only 2 and 3 ആർ കറക്റ്റ്. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് റിക്വയർ ഫ്രീക്വന്റ് റിവിഷൻ വൈൽ പ്രൈസ് സ്റ്റാൻഡേർഡ് ഷുഡ് റിമൈൻ അൺചേഞ്ച്ഡ് എന്നായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതെന്താണ്? തെറ്റാണ്. ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് സ്റ്റാൻഡേർഡ് റിക്വയർഡ് പീരിയോഡിക് റിവ്യൂ. രണ്ടിനും എന്ത് വേണം? ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ആയാലും പ്രൈസ് സ്റ്റാൻഡേർഡ് ആയാലും നമുക്ക് എന്ത് വേണം? പീരിയോഡിക്. ഫ്രീക്വന്റ് എന്നല്ല, ഫ്രീക്വന്റ് ആയിട്ടുള്ള റിവ്യൂ അല്ല വേണ്ടത്, പീരിയോഡിക് ആയിട്ടുള്ള റിവ്യൂ ആണ് വേണ്ടത്. ഇൻഫാക്ട് പ്രൈസ് സ്റ്റാൻഡേർഡ് ഓഫൻ നീഡ് മോർ ഫ്രീക്വന്റ് അപ്ഡേറ്റ്. തമ്മിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് സ്റ്റാൻഡേർഡ് ആണ് കുറച്ചുകൂടി മോർ ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ഡ്യൂ ടു മാർക്കറ്റ് വോളറ്റാലിറ്റി, ഇൻഫ്ലേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ സപ്ലയർ കോൺട്രാക്ട്. എന്താണ്? സപ്ലയറുടെ കോൺട്രാക്റ്റിലുണ്ടായ വ്യത്യാസം, ഇൻഫ്ലേഷൻ വന്നതിലുള്ള വ്യത്യാസം, മാർക്കറ്റ് വോളറ്റാലിറ്റിയിൽ വരുന്ന വ്യത്യാസം, ഇതൊക്കെ കാരണം എന്താണ്? നമ്മുടെ പ്രൈസ് സ്റ്റാൻഡേർഡ് ആണ് കുറച്ചും കൂടി എന്താണ്? ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ഹൗ മച്ച് മെറ്റീരിയൽ ഓർ ലേബർ ഈസ് യൂസ്ഡ് ആർ യൂഷ്വലി മോർ സ്റ്റേബിൾ. എന്താണ്? ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് തമ്മിൽ നോക്കുമ്പോൾ എന്താണ്? കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്. അൺലെസ് ദർ ഈസ് എ സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ ടെക്നോളജി ഓർ പ്രൊഡക്ഷൻ മെത്തേഡ്. നമ്മുടെ ടെക്നോളജിയിലോ പ്രൊഡക്ഷൻ മെത്തേഡിലോ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ മാത്രമാണ് എന്ത് മാറുന്നത്? ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് മാറുന്നത്. അല്ലാണ്ട് കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്നത് പ്രൈസ് സ്റ്റാൻഡേർഡ് ആണ്. രണ്ടിടത്തും എന്ത് വരുന്നുണ്ട്? പീരിയോഡിക് റിവ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തിരിച്ചു പറഞ്ഞിരിക്കുന്നു. സോ തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെയൊക്കെ എങ്ങനെയാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് അണ്ടർ സ്പെസിഫിക് വർക്കിംഗ് കണ്ടീഷൻ എന്നാണ്. അത് ശരിയാണ് അല്ലേ? കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ഫൗണ്ടേഷണൽ ഡെഫിനിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഈസ് ഇൻ ജസ്റ്റ് എ ഗസ്. എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗസ് അല്ല. ഇറ്റ് ഈസ് കെയർഫുള്ളി കാൽക്കുലേറ്റഡ് എസ്റ്റിമേറ്റ് ഓഫ് വാട്ട് എ പ്രോഡക്റ്റ് ഷുഡ് കോസ്റ്റ് ടു മാനുഫാക്ചർ അണ്ടർ പ്ലാൻഡ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്ത ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാവുന്ന കോസ്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സയന്റിഫിക് മെത്തേഡ്
ആണ് ഏതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഇതൊരു ഗസ് അല്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ. അതും ശരിയാണ്. ടു സെറ്റ് ആക്യുറേറ്റ് ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് കമ്പനീസ് യൂസ് എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽ നീഡഡ് ആൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ ലേബർ. എന്താണ്, കമ്പനീസിന് കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് അത്യാവശ്യമാണ്. അതുവഴിയാണ് എത്രമാത്രം എമൗണ്ട് ആണ് നമ്മൾ റോ മെറ്റീരിയലിനും എത്രമാത്രം ടൈമാണ് ലേബേഴ്സിനും കൊടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് എൻഷുർ ദ സ്റ്റാൻഡേർഡ് ഈസ് ഗ്രൗണ്ടഡ് ഇൻ ഫിസിക്കൽ റിയാലിറ്റി റാദർ ദാൻ ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്. എന്താണ്, നമ്മുടെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡിന് പകരം ഫിസിക്കൽ റിയാലിറ്റിയിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് വരുന്നത് എന്നുള്ള കാര്യം എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് എൻഷുർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്ലാന്റ് ലേ ഔട്ട് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ കോസ്റ്റ് റിഡക്ഷൻ ഈസ് കറക്റ്റ്. എന്താണ്, താഴെ തന്നിരിക്കുന്നവയിൽ പ്ലാന്റ് ലേ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ്, അതുപോലെ തന്നെ അത് എന്താ കോസ്റ്റ് റിഡക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് വൺ, എ വെൽ പ്ലാൻഡ് പ്ലേ ഔട്ട് റെഡ്യൂസ് അൺനെസസറി മൂവ്മെന്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ. എന്താണ്, നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ലേ ഔട്ട് ഉണ്ട് എങ്കിൽ അവിടെ എന്താണ്, നമ്മുടെ ബിസിനസ്സിൽ അൺനെസസറി ആയിട്ട് മെറ്റീരിയലും മെന്നും ഒക്കെ മൂവ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അതുവഴി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു. ശരിയാണില്ലേ? നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, ഇവിടെയാണ് ഏതൊക്കെ മെന്ന് ഏതൊക്കെ സ്ഥലത്താണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്താണ്, ഓരോ മെറ്റീരിയൽ ഏതൊക്കെ പ്രോസസ്സിലാണ് ചെല്ലേണ്ടത്, അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ലേ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ്, അൺനെസസറി ആയിട്ട് വരുന്ന ഇതിന്റെ മൂവ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനു സഹായിക്കുന്നു, പ്ലാൻ ലേ ഔട്ട്, ഒരു വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ലേ ഔട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്. നെക്സ്റ്റ് വൺ പറയുന്നു, ഫ്രീക്വന്റ് മോഡിഫിക്കേഷൻ ഇൻ പ്ലാന്റ് ലേ ഔട്ട് ഷുഡ് ബി എൻകറേജ്ഡ് ഫോർ ബെറ്റർ എഫിഷ്യൻസി. എന്താണ്, ഫ്രീക്വന്റ് മോഡിഫിക്കേഷൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഏതൊരു സാധനം ആയാലും റിജിഡ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ഫ്രീക്വന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരികയാണെങ്കിൽ എന്താണ്, അത് പ്ലാന്റ് ലേ ഔട്ട് കോസ്റ്റ് കൂടുന്നതിലേക്കാണ് നയിക്കുന്നത്, അല്ലാതെ കോസ്റ്റ് റിഡക്ഷനിലേക്കല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ബെറ്റർ എഫിഷ്യൻസിക്ക് ഇത് എൻകറേജ് ചെയ്യണം എന്ന് പറയുന്നത് തെറ്റാണ്. ഫ്രീക്വന്റ് മോഡിഫിക്കേഷൻ അല്ല വരുത്തേണ്ടത്, ഫ്ലെക്സിബിൾ ആയിരിക്കണമെന്ന്. അതായത് അത്യാവശ്യ സാഹചര്യമാണ് എങ്കിൽ എന്ത് ചെയ്യാം, അത് മാറ്റാം, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മോഡിഫിക്കേഷൻ നടത്താൻ പാടില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. 3, പുവർ പ്ലാനിങ് ഓഫ് പ്ലാൻ ലേ ഔട്ട് ക്യാൻ റിസൾട്ട് ഇൻ വേസ്റ്റ് ഓഫ് ടൈം, എഫേർട്ട് ആൻഡ് റിസോഴ്സ്. എന്താണ്, നമ്മളൊരു പ്ലാൻ ലേ ഔട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരുപാട് കോസ്റ്റും ടൈമും എഫേർട്ടും ഒക്കെ വേണം. അത് തെറ്റായി പോയി എങ്കിൽ, പുവർ പ്ലാനിങ് ആണ് അവിടെ വന്നത് എങ്കിൽ നമ്മൾ ആ കൊടുത്ത ടൈം ആയാലും എഫേർട്ട് ആയാലും റിസോഴ്സ് ആയാലും എന്താവുകയാണ്, വേസ്റ്റ് ആവുകയാണ്. അതെന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ്. 2 തെറ്റായിട്ട് വന്നിരിക്കുന്നത്. സോ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ only 1 and 2 ആർ കറക്റ്റ്, ഓപ്ഷൻ ബി only 2 and 3 ആർ കറക്റ്റ്, ഓപ്ഷൻ സി only 1 and 3 ആർ കറക്റ്റ്, ലാസ്റ്റ് വൺ all 1, 2 and 3 ആർ കറക്റ്റ്. ഏതായിരിക്കും, 1 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 and 3 ആർ കറക്റ്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയറിലെ റീസെൻ്റ് ആയിട്ട് നടന്ന കഴിഞ്ഞ വർഷം നടന്ന 2 എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയാസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരില്ല, പക്ഷേ ഓപ്ഷൻസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഓപ്ഷൻസ് റിലേറ്റഡ് ഫാക്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി കിട്ടട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.